നമ്മുടെ നാട്ടിലൊരു പഴയ ചൊല്ലുണ്ട്, ചക്കരക്കുടത്തിൽ കൈയിട്ട നക്കാത്തവൻ ആരാണ്? ചക്കരക്കുടമാണ് ലീഗിന് അധികാരം എന്ന് പറയുന്നത്. ആ അധികാരത്തിന്റെ ചക്കരക്കുളത്തിൽ ലീഗുകാരൻ കൈവച്ചിട്ടുണ്ടെങ്കിൽ അവർ അതിൽ നിന്ന് സാമ്പത്തികമായ അടിച്ചുമാറ്റലുകൾ, കക്കലുകൾ ചരിത്രത്തിൽ ഇന്നോളം നടത്തിയിട്ടുണ്ട്. നാട്ടിലെ സകല മനുഷ്യൻ കോഴി മാനനഷ്ട കേസ് കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കേട്ടത്. ഞാൻ രാഹുലിനെ കുറിച്ച് കൂടുതലൊന്നും പറയില്ല കേട്ടോ. എന്ത് പറയാനാണ്? നാട്ടില് കാരണവന്മാര് പറയും. ഇന്നലെ വലിയ ആളായിട്ട് വന്നിട്ടുണ്ട്. എന്റെ അമ്മ പണ്ട് പറഞ്ഞു, ഉസുറും പുളിയില്ലാത്ത അബൂജാഹിലിന്റെ മൂട്ടിലൊരു മരം മുണച്ചാൽ അത് തണലാണ് എന്ന് വിചാരിക്കും. അങ്ങനെ ഒരു അബൂജാഹിലാണ് ഈ രാഹുല്. അതുകൊണ്ട് ഓന്റെ മൂട്ടിൽ മരം മുളച്ചപ്പോ അത് തണലാണ് എന്ന് വിചാരിച്ച് ജനങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുക ഒരു ഉളുപ്പില്ലാതെ. ഇപ്പൊ പറയാണ്, ഞാൻ എന്റെ പാർട്ടിയെ രക്ഷപ്പെടുത്താനാണ് അത്രേ രാജിവെച്ചത്. ഇത്രയും ഒക്കെ ചെയ്തു കൂട്ടിയിട്ടും കൂടെ നിന്ന സകല മാധ്യമങ്ങളും ഇപ്പോ ഓരോന്നാരോന്നായി പുറത്തു വരിക. നിങ്ങൾ ശ്രദ്ധിച്ചോ? യൂത്ത് കോൺഗ്രസിൽ എത്രയോ വനിതാ നേതാക്കന്മാരുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു വനിതാ നേതാവ് ഞങ്ങളൊക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോ അവിടുത്തെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്താ. അവര് വ്യക്തിപരമായ അടക്കം നമുക്ക് സൗഹൃദമുണ്ട്. പേര് ഞാൻ പറയുന്നില്ല. യൂത്ത് കോൺഗ്രസിന്റെ വനിതാ നേതാക്കന്മാരിൽ ആരെങ്കിലും വന്നിട്ട് ഞങ്ങളെ രാഹുലേട്ടൻ ഇങ്ങനെയല്ല എന്ന് നിങ്ങൾ ആരെങ്കിലും കമന്റ് ചെയ്യുന്നത് കണ്ടോ? ആ പാവം പാത്തു മുസ്ലിം ലീഗിന്റെ വലിയ ചെറുപ്പക്കാരിയാ. ബിരിയാണി ചെമ്മിന്റെ പാത്രം മൂടി ഇന്റെ ഭാഷയിലല്ലോ, ലീഗിന്റെ നേതാക്കന്മാരുടെ ഭാഷയിൽ. നമ്മളെ ഫാത്തിമ തഹലിയ ഓള് പറയാണ്, ആൾക്കാർ ഈ പറയുന്നതൊക്കെ എന്തോ കാര്യമുണ്ട്. ഇത് ഘടകകക്ഷിയാണല്ലോ, പാവാണ്. ഈ നാട്ടിലെ സ്ത്രീകൾ പൊതുപ്രവർത്തനത്തിൽ വരുമ്പോ അവരെ മുഴുവൻ ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരം ആളുകൾ സമീപിക്കുന്നതെങ്കിൽ ഇതുപോലെയുള്ള മനുഷ്യന്മാരെ, ക്രിമിനലുകളെ ഈ നാടെങ്ങനെയാണ് സൂക്ഷിക്കുക? ഗോവിന്ദച്ചാമിക്ക് ട്യൂഷൻ ക്ലാസ് എടുക്കാൻ ഈ ഹമുക്കിനെ കണ്ണൂരിലേക്ക് കൊണ്ടുപോകണം എന്നാണ് ഇപ്പോ കോൺഗ്രസിനുള്ളിൽ ഔപചാരികമായ ഒരു തീരുമാനം വന്നതായിട്ട് അറിയുന്നത്. MLA ഉണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് പാലക്കാട് ജില്ലയിലെ പല വീടുകളിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കഴിഞ്ഞ 9 വർഷമായി കേരളത്തിന്റെ സംസ്ഥാന ഭരണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പങ്കാളിത്തം ഇല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ പിന്നെ ഉള്ള സ്ഥലം പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നതല്ലാതെ മറ്റൊരു മാർഗമല്ല. ഉള്ള സ്ഥലം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകാം എന്ന് തീരുമാനിക്കുന്നിടത്ത് ഈ പാർട്ടിക്കാരെല്ലാരും കൂടി വന്ന് സ്വീപ്പുണ്ടാക്കാൻ നോക്കുന്നത് അത്ര നല്ല കാര്യമല്ല എന്നാണ് ലീഗുകാരുടെ ഒരു അഭിപ്രായം. സംസ്ഥാനമൊക്കെ നിങ്ങളല്ലേ ഭരിക്കുന്നത്, ആകെ ബാക്കിയുള്ളത് ജില്ലാ പഞ്ചായത്താണ്, പിന്നെ കുറച്ച് പഞ്ചായത്തുകളും. അത് വെച്ച് വേണം ലീഗിന് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ജീവിച്ചു പോകാൻ. നല്ല രീതിയിൽ പോയിന മനുഷ്യന്മാരല്ലേ, ആരാന്റെ മുതല് കട്ട് തിന്നിട്ടല്ലാതെ അവർക്കങ്ങനെ ജീവിച്ച് പരിചയമല്ല. മുസ്ലിം ലീഗാണോ അവർക്ക് നന്നായി കക്കാൻ അറിയാം. അതുകൊണ്ടാണ് നമ്മുടെ പാർട്ടിയുടെ അംസാക്ക, TK അംസാക്ക ലീഗിനെ വളരെ മനോഹരമായി 3 വാക്കുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി അടിസ്ഥാനപരമായി 3 വാക്കിൽ ഒതുങ്ങുന്ന പാർട്ടിയാണ്. അത് ഞാൻ പറഞ്ഞതല്ല, അംസാക്ക പണ്ട് വിശദീകരിച്ചതാണ്. കക്കുക, മുക്കുക, നക്കുക. നത്തിങ് മോർ, നത്തിങ് ലെസ്. കൂടുതലുമില്ല, കുറവുമില്ല. അവര് നന്നായി കക്കും, നന്നായി മുക്കും. ആ കട്ടതും മുക്കിയതും നന്നായി നക്കി തിന്നും. ആരെങ്കിലും ലീഗ് എന്തിനാ നിങ്ങൾ കട്ടത് എന്ന് ചോദിച്ചാൽ അപ്പോൾ അവർ പറയും, ഞങ്ങളുടെ സമുദായത്തിന് നേരെ വരുന്നു, ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിക്കുന്നു, പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിന്റെ മഹത്തായ പാരമ്പര്യത്തെ, അഹ്ലുബൈത്തിന്റെ മഹാജീവിതത്തെ ഇതാ ഇവിടെ കുറെ ആളുകൾ അപമാനിക്കാൻ ശ്രമിക്കുന്നു, അതുകൊണ്ട് സമുദായത്തെ തകർക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് ലീഗിന്റെ കയ്യിലെ ഏറ്റവും വലിയ ആയുധം.
ലീഗ് അവരുടെ എല്ലാ നെറികേടുകളും ചരിത്രത്തിൽ ഇന്നോളം പ്രവർത്തിച്ചിട്ടുണ്ട്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമരം എന്ന് അവര് തന്നെ വിശേഷിപ്പിക്കുന്ന പഴയ ഭാഷാ സമരം, അതൊരു ഭാഷാ സമരമായിരുന്നില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഞാനത് വിശദീകരിക്കുന്നില്ല. ആ സമരത്തിലെ രക്തസാക്ഷികൾ എന്ന് ലീഗ് വിശേഷിപ്പിക്കുന്ന ആളുകളാണ് മജീദ് റഹ്മാൻ കുഞ്ഞിപ്പ. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി അവർ വഞ്ചിച്ച കൂട്ടരെ നിങ്ങൾ പരിശോധിച്ചാൽ ലീഗിന്റെ വഞ്ചനക്ക്, മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ സാമ്പത്തിക ചൂഷണങ്ങൾക്ക്, ചതികൾക്ക് ഇരയാക്കപ്പെട്ട വിഭാഗം കേരളത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിലെ പ്രവർത്തകരല്ല. മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ വഞ്ചനക്ക്, ചതിക്ക്, സാമ്പത്തിക ചൂഷണത്തിന് ഇരയാക്കപ്പെട്ട വിഭാഗം എല്ലാ കാലത്തും മുസ്ലിം ലീഗുകാർ തന്നെയാണ്. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോട് ഈ യോഗം ഞങ്ങളുടെ സഖാക്കളെ ബോധവൽക്കരിക്കാനേ അല്ല, ഞങ്ങളുടെ സഖാക്കളുടെ കയ്യിൽ നിന്ന് 10 രൂപ പറ്റിച്ച് നിങ്ങൾക്ക് കയ്യിലാക്കാം എന്ന് കരുതണ്ട. ഒന്ന്, നമ്മളെ കയ്യിൽ കാര്യമായിട്ട് പൈസ ഒന്നുമില്ല, ഉള്ള തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും പറ്റിച്ചിട്ടല്ല അവര് കാശുണ്ടാക്കുക. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരായ ആളുകളുടെ കയ്യിൽ എങ്ങനെയെങ്കിലും കുറച്ച് കാശ് വന്നാൽ ആ പണം സ്വന്തമായി എങ്ങനെ തട്ടിയെടുക്കാം, എങ്ങനെ അത് കവർന്നെടുക്കാം എന്ന ഗൂഢാലോചന നടത്തുന്ന ക്രിമിനൽ സാമ്പത്തിക കുറ്റകൃത്യ സംഘമാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി. അവരുടെ തട്ടിപ്പിനെ കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ഇതുപോലെയുള്ള യോഗങ്ങൾ നടത്തിയപ്പോൾ മാത്രമല്ല. നോക്കൂ നിങ്ങൾ, മജീദ് റഹ്മാൻ കുഞ്ഞിപ്പ എന്നത് മുസ്ലിം ലീഗിന്റെ അവരുടെ ഭാഷയിലെ രക്തസാക്ഷികളാണ്. ആ മജീദ് റഹ്മാൻ കുഞ്ഞിപ്പക്ക് സ്മാരകം പണിയാൻ വേണ്ടി മുസ്ലിം ലീഗുകാർ നമ്മുടെ കേരളത്തിലെ, പ്രത്യേകിച്ച് മലബാർ മേഖലയിലെ വലിയ ഒരു സാമ്പത്തിക കളക്ഷൻസ് അവർ സമാഹരിച്ചിരുന്നു. മജീദ് റഹ്മാൻ കുഞ്ഞിപ്പയുടെ കുടുംബത്തെ സഹായിക്കാൻ, മജീദ് റഹ്മാൻ കുഞ്ഞിപ്പയുടെ സ്മാരകം പണിയാൻ മുസ്ലിം ലീഗ് ഫണ്ട് സമാഹരിച്ചു. ആ ഫണ്ടിനെ കുറിച്ച് കേരളത്തിൽ ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ആ ചോദ്യം ഉന്നയിച്ച മനുഷ്യന്റെ പേര് ഇവിടെയുള്ള മുസ്ലിം ലീഗുകാർക്കറിയാം, സഖാക്കൾക്കറിയാം, നാട്ടുകാർക്കറിയാം. അയാളുടെ പേര് അബ്ദുറഹ്മാൻ രണ്ടത്താണി എന്നാണ്. അബ്ദുറഹ്മാൻ രണ്ടത്താണി ഇന്ന് ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ്. ദീർഘകാലം MLA ആയിരുന്ന ഒരാളാണ്. ഒരു കാലത്ത് മുസ്ലിം ലീഗിനകത്ത് അഖിലേന്ത്യാ ലീഗ് മറ്റ് പേരുകൾ പറഞ്ഞ് ലീഗിനകത്ത് ഒരു പിളർപ്പുണ്ടായി. ആ പിളർപ്പിന്റെ ഘട്ടത്തിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണി എന്ന് പറയുന്ന മനുഷ്യൻ CPMന്റെ നേതാക്കന്മാർ പങ്കെടുത്ത വേദിയിൽ പങ്കെടുക്കുകയും അന്ന് അദ്ദേഹം നമ്മുടെ തൊട്ടടുത്തായ പെരുമണ്ണാക്ലാരിക്കടുത്ത് എടരിക്കോട് മേഖലയിൽ അദ്ദേഹം ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. ആ പ്രസംഗത്തിൽ പഴയ തിരൂരങ്ങാടി കമ്മിറ്റിയിൽ അദ്ദേഹം ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. ആ പ്രസംഗം ഇന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ പ്രസംഗം എങ്ങനെയായിരുന്നു? അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണി ചോദിച്ചത്, മജീദ് റഹ്മാൻ കുഞ്ഞിപ്പക്ക് സ്മാരകം പണിയാൻ വേണ്ടി മുസ്ലിം ലീഗുകാരുടെയും ജനങ്ങളുടെയും കയ്യിൽ നിന്ന് പിരിച്ചെടുത്ത പണം പാണക്കാട് കൊടപ്പനക്കൽ തറവാടിലെ ഉറുമ്പരിക്കാത്ത പെട്ടിക്കകത്ത് അടച്ചു വെച്ചിരിക്കുകയാണോ എന്ന ചോദ്യം ചോദിച്ചത് ഞങ്ങൾ ആരുമല്ല, അത് അബ്ദുറഹ്മാൻ രണ്ടത്താണി എന്ന മുസ്ലിം ലീഗിന്റെ പ്രമുഖ നേതാവാണ്. ഇന്നും രണ്ടത്താണി ലീഗിന്റെ കൂടെയുണ്ട്. ആ ചോദ്യം ഇപ്പോഴും ബാക്കിയുണ്ട്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അവർ എന്തും ചെയ്യാനുള്ള അവരുടെ കയ്യിലെ ധൈര്യമാണ് അവരുടെ സമുദായം. അവർ മുസ്ലിം സമുദായത്തിന്റെ പേരുപയോഗിക്കും. മുസ്ലിം സമുദായത്തിന്റെ പേരാണ് അവരുടെ കയ്യിലെ ഏറ്റവും വലിയ ആയുധം. അതുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വളരെ കൃത്യമായി പണ്ടേ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. മുസ്ലിം സമുദായത്തിന് ജീവിക്കണമെങ്കിൽ മുസ്ലിം ലീഗിന്റെ ആവശ്യമില്ല. മുസ്ലിം സമുദായത്തിന് ജീവിക്കണമെങ്കിൽ മുസ്ലിം ലീഗിന്റെ ആവശ്യമില്ല. എന്നാൽ മുസ്ലിം ലീഗിന് മുന്നോട്ട് പോകണമെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ പേര് വേണം. മുസ്ലിം ലീഗിനാണ് മുസ്ലിമിന്റെ പേരാവശ്യം, ഇവിടത്തെ സാധാരണ മുസ്ലിം ജീവിതത്തിനല്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ ഈ നാടിനകത്തെ സാധാരണ മനുഷ്യരെ മുസ്ലിം ലീഗുകാരൻ വഞ്ചിക്കാൻ പാടില്ലായിരുന്നു. നോക്കൂ നിങ്ങൾ, മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസ പ്രമാണങ്ങളിൽ ഏറ്റവും
ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സാമ്പത്തികമായ അച്ചടക്കമാണ്, സത്യസന്ധതയാണ്. പ്രവാചകൻ മുഹമ്മദ് നബിയെ അൽ അമീൻ എന്നാണ് ആ കാലഘട്ടത്തിലെ മനുഷ്യർ വിശേഷിപ്പിച്ചത്. സത്യസന്ധനായ മനുഷ്യനെന്ന്, ഒരിക്കലും കളവ് പറയാത്തവർ. ആ സത്യസന്ധനായ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പരമ്പരയിൽപ്പെട്ട ആളുകളാണ് നമ്മുടെ കേരളത്തിലെ കൊടപ്പനക്കൽ തറവാട്ടിലെ കുറെ ആളുകൾ എന്നാണ് ലീഗിന്റെ വാദം. ആ തങ്ങന്മാരെ ഉപയോഗിച്ചുകൊണ്ടാണ് ലീഗ് എല്ലാ തട്ടിപ്പിനെയും ന്യായീകരിക്കുന്നത്, എല്ലാ തട്ടിപ്പും നടത്തുന്നത്. മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും PP ഹാരിസ് എന്ന് പറയുന്ന ഒരു ജില്ലാ പഞ്ചായത്ത് അംഗമായ യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് ഒരു ദിവസം നമ്മുടെ നാട്ടിലെ ജനങ്ങളിൽ നിന്ന് 25 കോടി രൂപ പിരിച്ചെടുത്ത് ജനങ്ങളെ വഞ്ചിക്കാൻ തീരുമാനിച്ചത് എങ്ങനെയാണ്? ഇസ്മായിൽ മൂത്തേടം എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റിന് ജനങ്ങളെ വഞ്ചിക്കാനും സാധാരണക്കാരന്റെ ഭൂമി കവർന്നെടുക്കാനുമുള്ള ധൈര്യം കിട്ടിയത് എങ്ങനെയാണ്? ജില്ലയുടെ പലതരം പഞ്ചായത്തുകളിൽ, പലതരം സഹകരണ ബാങ്കുകളിൽ മുസ്ലിം ലീഗുകാരൻ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്താൻ അവർക്ക് ധൈര്യം ലഭിച്ചത്. ആ ധൈര്യം അവരെ ചോദ്യം ചെയ്യാൻ ഒരാളും ഉണ്ടാവില്ല എന്ന ധൈര്യമാണ്. ജനങ്ങൾ ചോദ്യം ചെയ്യില്ല എന്ന ധൈര്യമല്ല, പകരം അവരുടെ പാർട്ടിക്കുള്ളിൽ ചോദ്യം ചെയ്യൽ സാധ്യമാവില്ല. അഥവാ ആരെങ്കിലും ചോദ്യം ചെയ്താൽ ഓരോ മുസ്ലിം ലീഗുകാരനും അങ്ങോട്ട് ചോദിക്കാനുള്ള എത്രയോ കണക്കുകളുണ്ട്. അതുകൊണ്ട് ലീഗിനറിയാം, ലീഗിന് വേണ്ടി ഈ നാടിനകത്ത് പിരിവ് നടത്തി സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന ആളുകൾക്കറിയാം, അവരുടെ നേതാക്കന്മാരെല്ലാം ഈ ചക്കരക്കുടത്തിൽ കൈയിട്ടവരാണ്. നമ്മുടെ നാട്ടിലൊരു പഴയ ചൊല്ലുണ്ട്, ചക്കരക്കുടത്തിൽ കൈയിട്ട നക്കാത്തവൻ ആരാണ്? ചക്കരക്കുടമാണ് ലീഗിന് അധികാരം എന്ന് പറയുന്നത്. ആ അധികാരത്തിന്റെ ചക്കരക്കുടത്തിൽ ലീഗുകാരൻ കൈവച്ചിട്ടുണ്ടെങ്കിൽ അവർ അതിൽ നിന്ന് സാമ്പത്തികമായ അടിച്ചുമാറ്റലുകൾ, കക്കലുകൾ ചരിത്രത്തിൽ ഇന്നോളം നടത്തിയിട്ടുണ്ട്. ഞാനിത് വെറുതെ ഒരാവേശത്തിന് പറയുന്നതല്ല. ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ ഒന്നാം പ്രതി അത് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലുള്ളവരാണ് എന്നാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ തിരിച്ചറിയേണ്ടത്. തങ്ങന്മാരെ അപമാനിക്കുകയല്ല, ഏതെങ്കിലും തരത്തിൽ ആദരണീയരായ ഒരു വിഭാഗത്തെ അപമാനിക്കാനോ അവരെ കുറ്റപ്പെടുത്താനോ ശ്രമിക്കുകയല്ല. നോക്കൂ നിങ്ങൾ, ഒരു മുസ്ലിം മരണപ്പെട്ടാൽ ആ മുസ്ലിമിന്റെ മയ്യത്ത് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് പള്ളിയിലേക്കാണ് കൊണ്ടുപോവുക. നേരെ ഖബർസ്ഥാനിലേക്ക് മറവ് ചെയ്യാനല്ല, നമസ്കരിക്കാൻ പള്ളിയിലേക്ക് മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടി കൊണ്ടുപോകും. മയ്യത്ത് നമസ്കാരം അഥവാ ജനാസ നമസ്കാരം നടക്കുന്നതിന് മുമ്പ് മുസ്ലിമായ ഒരാളുടെ മൃതദേഹം പള്ളിയിലെത്തിക്കഴിഞ്ഞാൽ അവിടെ നിസ്കാരം, മയ്യത്ത് നമസ്കാരം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പായി ഒരു ചോദ്യമുണ്ട്. അതൊരു പക്ഷേ പള്ളിയിലെ ഉസ്താദായിരിക്കാം ചോദിക്കുന്നത്, അതല്ലെങ്കിൽ ആ മരണപ്പെട്ട വ്യക്തിയുടെ ബന്ധുമിത്രാദികളിൽ ആരെങ്കിലും ആയിരിക്കാം ചോദിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിങ്ങൾ എത്രയോ മരണാനന്തര ചടങ്ങുകൾ കണ്ടിട്ടുണ്ടാകും. മുസ്ലിം സമുദായത്തിന്റെ മരണാനന്തര ചടങ്ങുകളിൽ മാത്രം നമ്മൾ പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണ് ഈ ചോദ്യം. ഈ ചോദ്യം ഇങ്ങനെയാണ്: ഇതിന്നാലിന്ന വ്യക്തിയുടെ ജനാസയാണ്, ഇതിന്ന വ്യക്തിയുടെ മയ്യത്താണ്, ഈ വ്യക്തി നിങ്ങളുമായി ഈ സമൂഹത്തിൽ ദീർഘകാലം ഇടപെട്ട ഒരാളാണ്, ഈ വ്യക്തിയുമായി നിങ്ങൾക്കാർക്കെങ്കിലും മാനസികമായ പ്രയാസമുണ്ടാക്കുന്ന, അഭിപ്രായ വ്യത്യാസമുണ്ടാക്കുന്ന, നിങ്ങൾക്ക് എതിർപ്പ് തോന്നുന്ന എന്തെങ്കിലും ഇടപെടലുകൾ നിങ്ങളോടുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ മരണപ്പെട്ട മനുഷ്യന് വേണ്ടി നിങ്ങളത് പൊറത്തു കൊടുക്കണം. ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യമുണ്ട് ലീഗുകാരാ, അത് നിങ്ങൾക്കും ബാധകമാണ്. എന്തിനും ഏതിനും ഞങ്ങളാണ് സമുദായക്കാർ, ഞങ്ങളാണ് ഇസ്ലാമിന്റെ ആളുകൾ എന്ന് പറയുന്ന ലീഗ് മയ്യത്ത് ഖബർസ്ഥാനിലേക്ക് വെക്കും മുമ്പ് രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഈ മനുഷ്യൻ നിങ്ങളുടെ കൂടെ ജീവിച്ച ഒരാളാണ്, അവരുമായി നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ അത് ഈ മനുഷ്യന്റെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് പൊറുക്കാവുന്ന ചെറുതാണെങ്കിൽ പൊറത്തു കൊടുക്കണം. അല്ല എങ്കിൽ ഈ മൃതദേഹം, ഈ മയ്യത്ത് ഖബർസ്ഥാനിലേക്ക് വെക്കും മുമ്പ് നിങ്ങൾ ഇദ്ദേഹത്തിന്റെ കുടുംബങ്ങളുമായി പരിശോധിച്ച് ചർച്ച ചെയ്ത് ഇതാ ഈ ആളുടെ മകൻ ഈ ഉത്തരവാദിത്തം ഏറ്റിരിക്കുന്നു, ഇല്ലെങ്കിൽ മരണപ്പെട്ട ഇവരുടെ ഭർത്താവ് അല്ലെങ്കിൽ മരണപ്പെട്ട ഇവരുടെ പിതാവ് ഈ ഉത്തരവാദിത്തം ഏറ്റിരിക്കുന്നു, സഹോദരൻ ഏറ്റിരിക്കുന്നു, അവരുമായി നിങ്ങൾ ഈ സാമ്പത്തിക ഇടപാട് തീർക്കണം. മരിച്ച് ഒരു മനുഷ്യന്റെ മൃതദേഹം ഖബർസ്ഥാനിലേക്ക് വെക്കുന്നതിന് മുമ്പുള്ള ഒരു നടപടിക്രമം ഇസ്ലാം ഈ നാടിനകത്ത് കാലങ്ങളായി കാണിച്ചു തന്നതാണ്. ഇത് ലീഗിന് ബാധകമാണ്, ഇത് ലീഗിന്റെ എല്ലാ നേതാക്കന്മാർക്കും ബാധകമാണ്. അങ്ങനെയെങ്കിൽ മുസ്ലിം ലീഗ്
നിങ്ങൾ എങ്ങനെയാണ് സത്യസന്ധമായ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ ഈ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു? ഏതെങ്കിലും തരത്തിൽ ഈ നാടിനകത്തെ ഒരു മനുഷ്യരോട്, പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളോട് CPIM പറയാനുള്ളത്, CPIM എന്ന ഞങ്ങളുടെ പാർട്ടിയുടെ, നമ്മുടെ പാർട്ടിയുടെ ഈ ചെമ്പതാക പിടിച്ചാൽ ആർക്കെങ്കിലും സ്വർഗം തരാം എന്ന് പറയാൻ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോക്ക് അധികാരമില്ല. നിങ്ങൾ ആരെങ്കിലും മരിച്ചു പോകുമ്പോ ഞങ്ങളുടെ പാർട്ടിയുടെ കൊടി പിടിച്ചാൽ, ഈ ചുവന്ന കൊടി പിടിച്ചാൽ സ്വർഗം കിട്ടും എന്ന് പറയാൻ CPM-നാവില്ല. കാരണം CPIM എന്ന പാർട്ടി നിങ്ങൾക്ക് മരണാനന്തരം എന്തെങ്കിലും തരാം എന്ന് പറയാവുന്ന പാർട്ടിയല്ല, പറയുന്ന പാർട്ടിയല്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ പറയുന്നതിന് മതപരമായ എന്തെങ്കിലും അടിത്തറയുണ്ടോ എന്ന് എന്നെ കേൾക്കുന്നവർ പരിശോധിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ ഇപ്പോഴത്തെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു പ്രസ്താവന നടത്തിയത് നിങ്ങളും ഞാനും സാമൂഹിക മാധ്യമങ്ങളിലൂടെ കണ്ടു. സാദിഖ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹം ലീഗുകാരുടെ യോഗത്തിൽ ഒരു പ്രസംഗം നടത്തുകയാണ്. ആ യോഗം പറയുകയാണ്, മുസ്ലിം ലീഗിന്റെ കൊടി പിടിച്ച് നിങ്ങൾ ലീഗിന്റെ കൂടെ പ്രവർത്തിച്ചാൽ നാളെ മരണാനന്തരം മഹ്ശറയിൽ നിങ്ങൾക്ക് ഹർഷിന്റെ തണല് ലഭിക്കും. എന്നെ കേൾക്കുന്ന പലർക്കും ഇത് മനസ്സിലാവുന്നുണ്ടാവില്ല. മരിച്ചുപോയാൽ എല്ലാവരെയും കൂടി ഒരുമിച്ച് ചേർക്കുന്ന, അസംബ്ലി നടത്തുന്ന ഒരു സ്ഥലമാണ് മഹ്ശറ എന്ന് വിളിക്കപ്പെടുന്നത്. മരണാനന്തരം മനുഷ്യൻ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സ്ഥലം. അവിടെ നമ്മുടെ തലക്ക് തൊട്ടു മുകളിൽ സൂര്യനുണ്ടാകും. ചുട്ടുപൊള്ളുന്ന ആ ദിവസങ്ങളിൽ നമുക്ക് തണല് കിട്ടാൻ കഴിയുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്. അതാർക്കാണ് എന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. അർഷിന്റെ തണൽ ആർക്ക് കിട്ടുമെന്ന് ഈ നാടിനകത്ത് പറയാൻ അവകാശമുള്ളത് പ്രവാചകനും അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരുമാണ്. ഓൾറെഡി അത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആർക്കാണ് അർഷിന്റെ തണൽ കിട്ടുക? മുസ്ലിം ലീഗിന്റെ കൊടി പിടിച്ചാൽ അർഷിന്റെ തണൽ കിട്ടും എന്ന് ഏത് ഹദീസിൽ, ഖുർആനിന്റെ ഏത് വാചകം ഉപയോഗിച്ചാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുക? മുസ്ലിം ലീഗിന്റെ കൊടിയാണോ നിങ്ങൾ പിടിച്ചതെങ്കിൽ നിങ്ങളും ഈ സാമ്പത്തിക കുറ്റകൃത്യത്തിന്റെ ഉത്തരവാദിത്തം ഏൽക്കേണ്ടവരായിരിക്കും. നോക്കൂ, നിങ്ങൾ മുസ്ലിം ലീഗ് ഈ നാടിനകത്ത് എന്തൊക്കെ ചെയ്തു, എവിടെയൊക്കെ ലീഗ് പിരിവ് നടത്തിയോ ആ പിരിവെല്ലാം അവർ സത്യസന്ധമായി നടത്തിയിട്ടില്ല. അതിനൊരു തെളിവും ഒരു തരത്തിലുള്ള കണക്കും അവരാരും അവതരിപ്പിച്ചിട്ടില്ല. നോക്കൂ നിങ്ങൾ, സുനാമി ഫണ്ട്, സുനാമിയുടെ പേര് പറഞ്ഞ് ലീഗ് പിരിച്ചെടുത്ത പണം അതെത്രയാണെന്നോ എത്ര രൂപ ചെലവഴിച്ചതെന്നോ മുസ്ലിം ലീഗ് നിങ്ങൾ ഇന്നോളം കണക്ക് വെച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരത്തിന് ഈ നാടിനകത്തെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ പോയ ഒരു സമയം, അന്ന് വെള്ളിയാഴ്ച നിസ്കരിക്കാൻ പോയപ്പോ ഇന്നത്തെ വെള്ളിയാഴ്ച പോലെ പണ്ടൊരു വെള്ളിയാഴ്ച നിങ്ങൾ പള്ളിയിൽ പോയി. അന്ന് നിങ്ങളുടെ വെങ്ങാട്ടെ ജുമുഅത്ത് പള്ളിയിൽ നിങ്ങൾ നിസ്കരിക്കാൻ പോയി. ജുമുഅ നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോ അവിടെ മുസ്ലിം ലീഗുകാരന്റെ ബക്കറ്റ് ഉണ്ടായിരുന്നു. എന്തിനായിരുന്നു ആ ബക്കറ്റ്? അവരുടെ കയ്യിൽ ഒരു ബോർഡ് ഉണ്ടായിരുന്നു, അങ്ങാടിയിൽ വലിയ ഫ്ലെക്സ് ഉണ്ടാവുന്നു. നിങ്ങൾ മറന്നു കാണും. അത് റോഹിംഗ്യൻ അഭയാർത്ഥി ഫണ്ടാണ്. ആരാണ് റോഹിംഗ്യകൾ? മ്യാൻമറിനകത്ത് റോഹിംഗ്യൻ ഭാഷ സംസാരിക്കുന്ന ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം വിഭാഗത്തെയാണ് റോഹിംഗ്യകൾ എന്ന് പൊതുവെ മ്യാൻമറിൽ പറയുന്നത്. ആ മ്യാൻമറിലെ റോഹിംഗ്യൻ ജനവിഭാഗത്തെ അവിടുത്തെ ബുദ്ധിസ്റ്റ് തീവ്രവാദികളാൽ ആക്രമിക്കുകയും അവരെ പുറന്തള്ളുകയും ചെയ്തു. ആ റോഹിംഗ്യകളുടെ പുനരധിവാസത്തിനു വേണ്ടി നമ്മുടെ നാട്ടിലെ മുസ്ലിം പള്ളികളിൽ നിന്ന് മുസ്ലിം ലീഗുകാരൻ പിരിവ് നടത്തി. ആ പിരിച്ചെടുത്ത പണം എത്രയാണ് എന്ന് തൊട്ടടുത്ത ദിവസങ്ങളിൽ മുസ്ലിം ലീഗിന്റെ പത്രമായ ചന്ദ്രിക പത്രത്തിൽ അന്നത്തെ ലീഗിന്റെ പ്രസിഡന്റായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഒരു പ്രസ്താവന വന്നു. 3.5 കോടി രൂപയാണ് അന്ന് പിരിച്ചെടുത്തത് എന്നാണ് ആ കണക്ക്. അതന്ന് വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ലീഗുകാരാ, അന്ന് പിടിച്ചെടുത്തത് 3.5 കോടി എന്ന് ചന്ദ്രികയിലുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ പിരിച്ചെടുത്ത പണം റോഹിംഗ്യൻ അഭയാർത്ഥികൾക്കോ അവരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സംവിധാനങ്ങൾക്കോ കൈമാറിയതിന്റെ ഒരു രേഖ മനോരമ വേണ്ട, ദേശാഭിമാനി വേണ്ട, സുപ്രഭാതം വേണ്ട, ചന്ദ്രികയിലെങ്കിലും വന്ന ഒരു ഫോട്ടോ കാണിച്ചു തരാൻ ഇവിടുത്തെ ലീഗിന് കഴിയുമോ? ഇവിടത്തെ മുസ്ലിം ലീഗുകാരന് റോഹിംഗ്യൻ അഭയാർത്ഥി ഫണ്ട് പിരിച്ചെടുത്തിട്ട് അത് കൈമാറുന്നതിന്റെ ഒരു ഫോട്ടോ കാണിച്ചു തരാൻ കഴിയുമോ? പറ്റില്ല. അവർ ഇപ്പോഴല്ല കവളപ്പാറയിലെ പാവപ്പെട്ടവന്റെ ഭൂമി അടിച്ചു മാറ്റാൻ തീരുമാനിച്ചത്. ഇതിനു മുമ്പേ അവർക്ക് ആ രീതിയുണ്ട്. നമ്മുടെ നാട്ടിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഓർമ്മയില്ലേ?
പേരുപോലും നഷ്ടപ്പെട്ട മനുഷ്യർ, നമ്പറുകൾ മാത്രമായി മരണാനന്തരം ഓർമ്മയാക്കപ്പെട്ടവർ, അവരുടെ പേരുകൾ പിന്നീടാണ് തിരിച്ചു കിട്ടപ്പെട്ടത്. നോക്കൂ നിങ്ങൾ, ഒരൊറ്റ രാത്രി കൊണ്ട് ജീവിതത്തിലെ സകലതും നഷ്ടപ്പെട്ടു പോയ എത്രയോ മനുഷ്യർ നമ്മുടെ മുണ്ടക്കൈയിലുണ്ടായി, വയനാട്ടിലെ ചൂരൽമലയിലുണ്ടായി, പുത്തുമല കുത്തിയൊലിച്ചു വന്ന് ജീവിതത്തിലെ സകലതും നഷ്ടപ്പെട്ട പാവം മനുഷ്യർ. ആ മനുഷ്യരുടെ പേരിൽ ഇവിടുത്തെ മുസ്ലിം ലീഗുകാരൻ പിരിവ് നടത്തി. പ്രിയപ്പെട്ടവരെ നോക്കൂ നിങ്ങൾ, ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യന് വേണ്ടി അവരുടെ വീട് വെക്കാൻ വയനാട് പുനരധിവാസ പാക്കേജ് സർക്കാർ നടപ്പിലാക്കുമ്പോ കേന്ദ്രം എല്ലാ വിധത്തിലും അത് തകർക്കാൻ ശ്രമിച്ചിട്ടും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ അത് നടപ്പിലാക്കുമ്പോ മുസ്ലിം ലീഗ് പറഞ്ഞു ഞങ്ങൾ സ്വതന്ത്രമായി വെച്ചുകൊടുക്കും. അങ്ങനെ അവർ തോട്ടം ഭൂമി വെറും 20,000 രൂപ മാർക്കറ്റ് വിലയുള്ള ഭൂമി 1,22,000 രൂപക്ക് മുസ്ലിം ലീഗുകാരൻ വാങ്ങി. നോക്കൂ നിങ്ങൾ, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി എത്രമാത്രം ഭീകരമായ ക്രിമിനൽ സാമ്പത്തിക കുറ്റവാളി സംഘമാണെന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. അവർ സാമ്പത്തിക ക്രിമിനലുകളാണ്. അവർ വെറും തട്ടിപ്പുകാരല്ല, ആസൂത്രിതമായി ഈ തട്ടിപ്പ് നടത്തുന്നവരാണ്. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും ദുരന്തം നടന്നാൽ ആർക്കെങ്കിലും കഴിയുമോ? ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർ, അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളും എല്ലാം പോയി, ജീവിതത്തിൽ സമ്പാദ്യം മുഴുവൻ നഷ്ടമായി. അവർക്ക് കയറിക്കിടക്കാൻ ഒരു വീടും ഒരു പറമ്പും സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ലാതായവർ, ആ മനുഷ്യരുടെ പേരിൽ മുസ്ലിം ലീഗ് പിരിവ് നടത്തി. എന്നിട്ട് ആ സാധുക്കൾക്ക് കൊടുക്കാൻ എന്ന പേരിൽ ഭൂമി വാങ്ങുമ്പോ ആ ഭൂമിയുടെ മാർക്കറ്റ് വില 20,000. ആധാരത്തിലെ വില അല്ലട്ടോ ഞാൻ പറയുന്നത്, മാർക്കറ്റ് വില 20,000. ആ മാർക്കറ്റ് വിലയുള്ള സ്ഥലത്താണ് മുസ്ലിം ലീഗ് 1,22,000 രൂപക്ക് ഭൂമി വാങ്ങുന്നത്. ആ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനം സാധ്യമല്ല. ഇത് മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും 1-2 നേതാക്കന്മാർക്ക് പെട്ടെന്ന് തോന്നിയതാണോ? അത് പി.കെ. ഫിറോസിന് ചെയ്യാൻ തോന്നിയത് എന്തുകൊണ്ടാണ്? അത് ചെയ്യാൻ തോന്നിയത് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കരുതും ഇപ്പോഴത്തെ ഏതെങ്കിലും ഒരു ലീഗിന്റെ 1-2 നേതാക്കന്മാർ, കമ്മിറ്റിക്കാർ അവർ തട്ടിപ്പുകാരായതുകൊണ്ടാണെന്ന്. അല്ല, മുസ്ലിം ലീഗ് ഈ തട്ടിപ്പ് ഇതിനു മുമ്പേ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കാണിച്ച ഒരു സ്ഥലമാണ് ഗുജറാത്ത്. ഗുജറാത്തിനകത്ത് നരേന്ദ്രമോദിയുടെ വേട്ടപ്പട്ടികൾ അവിടുത്തെ പാവപ്പെട്ട ന്യൂനപക്ഷ വിഭാഗങ്ങളെ വേട്ടയാടി ചുട്ടുകരിച്ചു കൊന്നുകളഞ്ഞതാണ് നമ്മൾ ഗുജറാത്തിൽ കണ്ടത്. ഗുജറാത്ത് കലാപം. ആ ഗുജറാത്ത് കലാപം ഏറ്റവും രൂക്ഷമായ ഒരു പ്രദേശമാണ് അഹമ്മദാബാദിലെ നരേദാപാട്ടിയ എന്ന് പറയുന്ന പ്രദേശം. ആ നരേദാപാട്ടിക്ക് തൊട്ടടുത്ത് ഒരു പ്രദേശമുണ്ട്, അത് അവിടുത്തെ മാലിന്യ കൂമ്പാരമാണ്. നമ്മുടെ പഴയ കോഴിക്കോട് പോകുമ്പോ കാണുന്ന ഞെളിയമ്പറമ്പില്ലേ, ഇപ്പൊ ഞെളിയമ്പറമ്പൊന്നും ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് പഴയ ഞെളിയമ്പറമ്പല്ല. എന്നാൽ പഴയ ഞെളിയമ്പറമ്പ് പോലെ മൂക്കുപൊത്തി മാത്രം പോകാൻ കഴിയുന്ന അഹമ്മദാബാദ് നഗരത്തിന്റെ മാലിന്യം മുഴുവൻ കൊണ്ടുചെന്ന് ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലം മുസ്ലിം ലീഗുകാരൻ വിലക്കെടുത്തു. ആ വിലക്കെടുത്ത പ്രദേശമാണ് മുസ്ലിം ലീഗുകാരൻ ഗുജറാത്ത് കലാപത്തിന്റെ ഇരകൾക്ക് നൽകിയത്. ആ ഗുജറാത്ത് കലാപത്തിന്റെ ഇരകളിൽ ചിലർ മുസ്ലിം ലീഗിന്റെ ഓഫീസ് തെരഞ്ഞ് കോഴിക്കോട് CH സെന്ററിലേക്ക് ട്രെയിന് കയറി വന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അങ്ങനെ ഗുജറാത്ത് കലാപത്തിന്റെ ഇരകളെ സാമ്പത്തികമായി പറ്റിച്ച് അതും വിഴുങ്ങിയ പാരമ്പര്യം ലീഗിനുണ്ടായതുകൊണ്ട്, ഇപ്പോഴത്തെ പ്രമുഖ ലീഗ് നേതാക്കന്മാർക്കുണ്ടായതുകൊണ്ട് ഇപ്പോൾ അവർ വയനാടിൽ തട്ടിപ്പ് നടത്തുമ്പോ ആരെങ്കിലും ഒന്ന് ചോദിക്കുകയാണ്, എന്തിനാണ് ഈ വയനാട്ടിലെ ലീഗിന്റെ ഒരു കമ്മിറ്റി ചേരുന്നു എന്ന് വിചാരിക്കുക. ആ ലീഗിന്റെ കമ്മിറ്റിക്കകത്ത് വയനാട് ദുരിതാശ്വാസ ഫണ്ട് കട്ടെടുത്ത ലീഗ് നേതാക്കന്മാരെ വിമർശിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ മൂത്ത ലീഗ് നേതാക്കന്മാർ തീരുമാനിക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ തീരുമാനിച്ചാൽ ആ നിമിഷം ഇപ്പോഴത്തെ ഈ പ്രതികളായിട്ടുള്ള ലീഗുകാരൻ ചോദിക്കും, എവിടെ ഗുജറാത്ത് ഫണ്ട്? മിണ്ടില്ല. ഇത് നന്നായി അറിയാവുന്നത് കൊണ്ടാണ് മുസ്ലിം ലീഗിൽ ഈ തട്ടിപ്പ് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല ലീഗിന്റെ തട്ടിപ്പ്, ഇതൊക്കെ അധികാരം ഉപയോഗിച്ചും മറ്റും അവർ നടത്തുന്ന തട്ടിപ്പാണ്. ഓരോ ലീഗുകാരനും ഓരോ നാട്ടിലും നടത്തുന്ന തട്ടിപ്പുണ്ട്. ആ തട്ടിപ്പിന്റെ പ്രത്യേകത, മുസ്ലിം ലീഗുകാരൻ രൂപീകരിക്കുന്ന വിവിധ സംഘടനകളുണ്ട്, സംവിധാനങ്ങളുണ്ട്. അതിലൊന്നാണ് ബ്ലൂ ഫിൻ. ബ്ലൂ തെറ്റിദ്ധരിക്കരുത്, രാഹുലിനെ കുറിച്ചല്ല. ബ്ലൂ ഫിൻ തെറ്റിദ്ധരിക്കരുത്. അടച്ചോനെ പ്രായമുള്ളവരോ നമുക്ക് പിന്നെ ഇത് പി.കെ. ഫിറോസ്.
PK ഫിറോസിന്റെ ഈ ഫ്ലാറ്റ് പദ്ധതിയുടെ പേരാണ് ബ്ലൂ ഫിലിം. PK ഫിറോസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെ ചില പദ്ധതികൾ കൊണ്ടുവരും. ഇതിന്റെ ഒക്കെ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എല്ലാത്തിന്റെയും തലപ്പത്ത് ചെയർമാനായിട്ടോ അതിന്റെ ഉപദേശകനായിട്ടോ പാണക്കാട് കൊടപ്പനക്കൽ തറവറ്റിലെ ഏതെങ്കിലും ഒരുത്തുണ്ടാവും. ഏതെങ്കിലും ഒരാളുണ്ടാവും. പാണക്കാട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വരും. ആ പാണക്കാട്ടത്ത് ആരെങ്കിലും ഒക്കെ അതിന് കാണിച്ചിട്ട് പറയും, തങ്ങളുണ്ട്, നിങ്ങൾ പൈസ തരണം. മുസ്ലിം സമുദായത്തിന് ഒരു വിശ്വാസമുണ്ട്. പൊതുവെ ആത്മാർത്ഥമായ വിശ്വാസം നിലനിർത്തുന്ന മനുഷ്യർക്കിടയിൽ പലിശയോട് വലിയ വിയോജിപ്പുണ്ട്. ഗതികെട്ട് വല്ല മക്കളെ കെട്ടിക്കാനൊക്കെ ബാങ്ക് ലോൺ എടുക്കുന്ന ആളുകൾ ഉണ്ടാവും. എന്നാലും പലിശ എന്ന് പറയുന്നത് ഒരു വലിയ തെറ്റായതുകൊണ്ട് മുസ്ലിം സമുദായത്തിനിടയിൽ പലിശയോട് വലിയ ഒരു അകൽച്ചയുണ്ടാകും. ഇതിനെ മറ്റാരെക്കാളും നന്നായി ചൂഷണം ചെയ്യാൻ പഠിച്ചവരുടെ പേരാണ് മുസ്ലിം ലീഗുകാർ. പ്രിയപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ, നിങ്ങളുടെ വിശ്വാസത്തെ മനഃശാസ്ത്രപരമായി ചൂഷണം ചെയ്തുകൊണ്ട് സാമ്പത്തിക ലാഭമുണ്ടാക്കുന്ന ക്രിമിനൽ സംഘമാണ് മുസ്ലിം ലീഗുകാർ. അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങൾ ഏതെങ്കിലും ഒരു സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചയാളാണ് എന്ന് കരുതുക. നിങ്ങളുടെ കയ്യിൽ PF കുറച്ച് പൈസയുണ്ട്, നിങ്ങളുടെ ഭൂമി വിറ്റിട്ടുണ്ട്, തറവാട് ഓഹരി വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് നിങ്ങളുടെ കയ്യിൽ കുറച്ച് പണം വന്നു എന്ന് കരുതുക. നിങ്ങൾ ഗൾഫിൽ ദീർഘകാലം ജോലി ചെയ്ത ഒരാളാണ്. ഗൾഫിൽ നിന്ന് നാട്ടിലൊന്ന് സെറ്റിൽ ആവണം എന്നാഗ്രഹിച്ചുകൊണ്ട് അവിടെ ഉള്ളതെല്ലാം വിറ്റുപൊറുക്കി ഇവിടേക്ക് വരാൻ തീരുമാനിക്കുന്നു എന്നറിയുമ്പോ മുസ്ലിം ലീഗിന്റെ ഒരാൾ നിങ്ങളെ ബന്ധപ്പെടും. എന്നിട്ട് പറയും, ഞങ്ങൾ ഒരു പദ്ധതി തുടങ്ങാൻ പോവുകയാണ്, നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്, തങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചോദ്യമല്ല, നോക്കണേ, തങ്ങളുണ്ട്, ഏതെങ്കിലും ഒരു തങ്ങളെ പേരുണ്ടാവും. ചിലപ്പോ തങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോ തങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിയാത്ത തങ്ങന്മാർ ഈ ഉഡായിപ്പിനെതിരെ പ്രതികരിക്കേണ്ട സമയമായിട്ടുണ്ട്. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാണ് വാദമെങ്കിൽ പാണക്കാട്ട് തങ്ങൾ പറയണം, എന്റെ പേരും പറഞ്ഞ് ലീഗുകാർ ഇതുപോലെ ബിസിനസ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ അവർക്ക് കൊടുക്കരുത് എന്ന് പറയാൻ ബഹുമാന്യനായ പാണക്കാട്ട് തങ്ങൾ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിറവേറ്റണം. അത് നിറവേറ്റുന്നില്ല എങ്കിൽ ഈ തട്ടിപ്പിൽ നിങ്ങൾക്കും പങ്കുണ്ട് എന്നാരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്ന് മാത്രം ഓർമ്മിപ്പിക്കുക. എന്താ ചെയ്യാം? നിങ്ങളുടെ കയ്യിൽ നിന്ന് 10 ലക്ഷം വാങ്ങും, ഇല്ലെങ്കിൽ 20 ലക്ഷം വാങ്ങും, 5 ലക്ഷം വാങ്ങും. കിട്ടുന്നത് എന്താണോ അതൊക്കെ വാങ്ങും, നിങ്ങൾ കൊടുക്കും. കാരണം നിങ്ങൾക്ക് എന്ത് പറ്റൂല? പലിശ പറ്റൂല. സ്വാഭാവികമായും നിങ്ങൾ പണം കൊടുത്താൽ അത് ചിലപ്പോ ഫ്ലാറ്റ് പദ്ധതിയാവാം, അത് ചിലപ്പോ വേറെന്തെങ്കിലും ബിസിനസ് ആവാം, എന്തു ആവാം. ചിലപ്പോ മലബാർ ഗോൾഡ് ഇൻവെർട്ടർ കോമ എഡിറ്റ് യുവർ ഓൺ, നിങ്ങൾ ഇഷ്ടത്തിന് എഡിറ്റ് ചെയ്യാം, അതുവരെ ആവാം. ഇങ്ങനെ ഈ പൈസയൊക്കെ അവർ വാങ്ങും. സ്വാഭാവികമായും ഒരു ബിസിനസ്സിലേക്ക് നിങ്ങൾ കാശ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചു കഴിയുമ്പോൾ ബിസിനസിന്റെ എന്തെങ്കിലും ഒരു നേട്ടം നിങ്ങൾക്ക് ഉണ്ടാവണ്ടേ? നിങ്ങളുടെ ഒരു ഷെയർ, നിങ്ങൾക്ക് അതിന്റെ ഒരു ഗുണം കിട്ടണമല്ലോ. ഇത് കിട്ടാതെ വരുമ്പോ കമറുച്ചക്ക് പൈസ കൊടുത്ത ആളുകൾ, KT കമറുദ്ദീന് സ്വർണത്തിന്റെ പേരും പറഞ്ഞ് പൈസ കൊടുത്ത ആളുകളുണ്ട്. കുറച്ചു കഴിയുമ്പോ അവർ ഇങ്ങോട്ട് വരും, എന്നിട്ട് പറയും, ഞങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ട്, അത് തിരിച്ചു വേണം. ആദ്യം അവിടുത്തെ പ്രാദേശിക ലീഗുമായി ചർച്ച, ആ ചർച്ച പരാജയപ്പെട്ട് അവസാനം അവർ കൊടപ്പനക്കൽ തറവാട്ടിലേക്ക് എത്തും. ഇതേ പരിപാടിയാണ് ഇപ്പോഴത്തെ മുസ്ലിം ലീഗിന്റെ ജില്ലാ പഞ്ചായത്ത് അംഗം 25 കോടി അടിച്ചു മാറ്റിക്കൊണ്ട് ചെയ്തത്. MSFന്റെ നേതാവായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം പറയുകയാണ്, ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് പദ്ധതി ഇട്ടു, ആ ബിസിനസ് പൊട്ടിയത് കൊണ്ട് മാത്രമാണ് നഷ്ടം. 25 കോടി റുപ്യന്റെ ബിസിനസ് തുടങ്ങുന്ന ഒരാൾക്ക് ആ ബിസിനസ് തുടങ്ങാൻ ആവശ്യമായ പ്രാഥമിക ധാരണ വേണം. ആ പണം പൊട്ടിക്കഴിഞ്ഞാൽ ലീഗുകാരെ, ഇത് നിങ്ങളാണ് ഇരകളാക്കപ്പെടുക, ഞങ്ങളുടെ പൈസയല്ല പോകുന്നത്, അതുകൊണ്ട് നിങ്ങളോടാണ്, നിങ്ങൾ കേൾക്കാനാണ് ഈ പറയുന്നത്. ലീഗിന്റെ നേതാവ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങും. അടുത്ത ചർച്ച അവസാനം എത്തുന്ന സ്ഥലം കൊടപ്പനക്കലാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ കാര്യമായിട്ട് ചായയൊക്കെ കുടിച്ചൊരു വട്ടത്തിലൊരു ഇരുത്തുണ്ട്, ചിലപ്പോ ഒരു ദോഹ ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അവസാനം ഒരു പറച്ചിലുണ്ട്, നിങ്ങൾ എന്തിനാ പൈസ കൊടുത്തത്? അതിന്റെ മുന്നേ 1-2 ഭീഷണി നടക്കാണ്ട് കേട്ടോ. ഭീഷണി ഇതാണ്, നിങ്ങൾ കൊടുത്ത പൈസക്ക് കണക്കുണ്ടോ, ED വരും, അത് വരും, ഇത് വരും, പേടിപ്പിക്കും. അവിടെ ഒതുങ്ങാത്ത ആളാണെങ്കിൽ അവസാനം എത്തുന്ന സ്ഥലത്ത് നിന്നുള്ള ചോദ്യതാണ്, നിങ്ങൾ എന്തിനാണ് കാശ് കൊടുത്തത്? നിങ്ങൾ പൈസ കൊടുത്തത് ബിസിനസ്സിനല്ലേ?
അതല്ലാതെ പലിശക്കല്ലല്ലോ. പലിശ വാങ്ങാനാണ് നിങ്ങൾ കൊടുത്തതെങ്കിൽ നിങ്ങൾ വാങ്ങുന്നത് പലിശയാണ്. അപ്പൊ പലിശ ഹറാമല്ലേ? അപ്പൊ നിങ്ങൾ ബിസിനസ്സിനാണ് കൊടുത്തത്. ബിസിനസ് നഷ്ടമായാൽ ആ നഷ്ടത്തിൽ ബിസിനസ്സിൽ പങ്കാളിയായിട്ട് ഉത്തരവാദിത്തമുണ്ട്. അതോടുകൂടി ഈ സാധു ഉണ്ടാക്കിയെടുത്ത പൈസ മുഴുവൻ അത് ലീഗുകാരൻ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങും. ഒരാൾക്കും 5 പൈസ തിരിച്ചു കിട്ടില്ല. നോക്കൂ നിങ്ങൾ, മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലയിൽ മാത്രം ലീഗ് നേതാക്കന്മാർ നിങ്ങളുടെ ഈ പ്രദേശം മുതൽ, ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ചെറുകാവിലായിരുന്നു, ഞാനിപ്പോ അവിടെയാണ് താമസം. ആ ചെറുകാവ് പഞ്ചായത്തിൽ മാത്രം കോടിക്കണക്കിന് രൂപയാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പ്രാദേശികമായി മാത്രം പിരിച്ചെടുത്തത്. പ്രാദേശികമായി മാത്രം. അങ്ങനെ എത്രയോ പണമാണ് ഇവിടുത്തെ ലീഗിന്റെ, അതാണ് മനസ്സിലാക്കേണ്ടത്, ലീഗിന്റെ ആളുകളിൽ നിന്ന് തന്നെ അവർ സമാഹരിക്കുന്നത്. ഇത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു ധൈര്യം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്താണ് ലീഗിന്റെ ധൈര്യം? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സമുദായത്തിന്റെ പേര്. ആ സമുദായത്തിന്റെ പേര് പറഞ്ഞ് എന്തിനേയും അവർ ന്യായീകരിക്കാൻ ശ്രമിക്കുകയും ആരെങ്കിലും മുസ്ലിം ലീഗിനെ വിമർശിച്ചാൽ, ആരെങ്കിലും പാണക്കാട് തങ്ങന്മാരുടെ തെറ്റായ ഒരു സമീപനത്തെ വിമർശനാത്മകമായി ഒന്ന് പറയാൻ ശ്രമിച്ചാൽ അപ്പോൾ അവർ പറയും ഞങ്ങളുടെ സമുദായത്തെ പറയുന്നു. ഇങ്ങനെ പറയുന്ന മുസ്ലിം ലീഗിനെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, നിങ്ങൾക്കുള്ള മറുപടി പ്രവാചകൻ മുഹമ്മദ് നബി വളരെ കൃത്യമായി പണ്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കുള്ള മറുപടി ഞങ്ങൾ ആരും പറയേണ്ടതില്ല. സമുദായത്തിന്റെ പേര് പറഞ്ഞ് സകല നെറികേടുകളെയും ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന മുസ്ലിം ലീഗിനുള്ള മറുപടി യാ റസൂലല്ലാഹ് മൻ ഹസബിയ എന്നൊരു ചോദ്യം പണ്ട് സഹാബിമാർ പ്രവാചകൻ മുഹമ്മദ് നബിയോട് ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂലെ, എന്താണ് വർഗീയത? അസബിയ എന്ന വാക്കിന് അറബിയിൽ വർഗീയത എന്നാണ് അർത്ഥം. എന്താണ് പ്രവാചകരെ വർഗീയത? വർഗീയത എന്താണ് എന്നതിന് മുഹമ്മദ് നബി നൽകിയ ഉത്തരത്തോളം സുന്ദരമായ ഒരു ഡെഫിനിഷൻ, എത്രയോ ഡെഫിനിഷനുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ട്. വർഗീയതയ്ക്ക് ലോകത്തുള്ള ഏറ്റവും സുന്ദരമായ നിർവചനം നൽകിയിട്ടുള്ളത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മുഹമ്മദ് നബി നൽകിയ മറുപടി ഇങ്ങനെയാണ്: സ്വസമുദായത്തിന്റെ അന്യായമായ ഒരാവശ്യത്തെ അനാവശ്യമായി ന്യായീകരിക്കലാണ് വർഗീയത. സ്വന്തം സമുദായത്തിന്റെ അന്യായമായ ഒരാവശ്യത്തെ അനാവശ്യമായി ന്യായീകരിക്കലാണ് വർഗീയത. നിങ്ങൾ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരാണ് എന്നതുകൊണ്ട് നിങ്ങളുടെ സമുദായം ചെയ്യുന്ന എന്ത് തെറ്റിനെയും നിങ്ങൾ ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ അതിന്റെ പേരാണ് വർഗീയത എന്ന് സുന്ദരമായി വിശദീകരിച്ചത് പ്രവാചകൻ മുഹമ്മദ് നബിയാണ്. ലീഗെ, നിങ്ങൾ പരിശോധിക്ക്. നിങ്ങൾ ഈ നാടിനകത്ത് ചെയ്തു കൂട്ടുന്ന തെമ്മാടിത്തങ്ങളെ, നിങ്ങൾ നടത്തുന്ന മനുഷ്യവഞ്ചനയെ, നിങ്ങൾ നടത്തുന്ന സാമ്പത്തിക കുറ്റകൃത്യങ്ങളെ നമ്മൾ ചോദ്യം ചെയ്താൽ, ഈ നാട് ചോദ്യം ചെയ്താൽ, ഇടതുപക്ഷം ചോദ്യം ചെയ്താൽ, നിങ്ങൾ പറയും ഞങ്ങൾ സമുദായത്തിനെതിരാണ്, വിശ്വാസങ്ങൾക്കെതിരാണ്. ആ നിമിഷത്തിൽ നമ്മൾ പറയും ലീഗ് വർഗീയതയാണ് പറയുന്നത്, വർഗീയതയാണ് ലീഗ് പറയുന്നത് എന്നതിന് നമ്മുടെ കയ്യിലെ തെളിവ്, വിശദീകരണം, അത് മുഹമ്മദ് നബി നൽകിയ വിശദീകരണമാണ്. നിങ്ങൾക്കാർക്കും പരിശോധിക്കാം. അബൂ ഹുറൈറ, ഹദീസുകളെ കുറിച്ച് അറിയുന്ന ആളുകൾക്കറിയാം. അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്വഹീഹായ അംഗീകരിക്കപ്പെട്ട ഒരു ഹദീസാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. യാ റസൂലല്ലാഹ് മൻ ഹസബിയ എന്ന് തുടങ്ങുന്ന ഹദീസ് സ്വന്തം സമുദായത്തിന്റെ അന്യായമായ ഒരാവശ്യത്തെ, ശരിയല്ലാത്ത, നീതീകരിക്കാനാവാത്ത ഒരാവശ്യത്തെ അനാവശ്യമായി ന്യായീകരിച്ചാൽ അത് വർഗീയതയാണ്. ആ വർഗീയതയാണ് മുസ്ലിം ലീഗ് നമ്മുടെ നാടിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിനെ ന്യായീകരിക്കാനുള്ള ഉത്തരവാദിത്വം ഈ നാടിനകത്ത് സാധാരണ മതവിശ്വാസികൾക്കില്ല. മുസ്ലിം ലീഗ് ഇവിടുത്തെ മതവിശ്വാസികളെ ഉപയോഗപ്പെടുത്തിയിട്ടാണ്. അതിനവരുടെ മുന്നിലെ പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്. ആദരണീയരായ മുസ്ലിം തങ്ങൾ പരമ്പരയുടെ ഒരു തറവാടാണ് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്. ആ കൊടപ്പനക്കൽ തറവാടിന്റെ ഒരു ചരിത്രം പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് പരിശോധിക്കണം. ഇതൊക്കെ വേണോ? ഒന്ന് നവാസ്ക ചിലപ്പോൾ അവിടുന്ന് ചിന്തിക്കുന്നുണ്ടാവും, തങ്ങന്മാരൊക്കെ പറയണോ? നൗഫല് വേണോ സഖാവേ? ഞങ്ങൾക്ക് ഇവിടെ തന്നെ നിൽക്കണോ? പറയണം. ഒരു തങ്ങളെയും നമ്മൾ അപമാനിക്കുന്നില്ല. എന്നാൽ നമ്മുടെ നാട്ടിലെ, കേരളത്തിലെ
വിവിധ തങ്ങൾ പരമ്പരകളുണ്ട്. അവർക്ക് കബീലകൾ എന്ന് അറബിയിൽ പറയും. വിവിധ തങ്ങൾ കുടുംബങ്ങൾ കേരളത്തിലുണ്ട്. കേരളത്തിൽ മലബാറിലേക്ക് വന്ന ഇപ്പോൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ജീവിക്കുന്ന തങ്ങൾ പരമ്പരകൾ ഏതാണ്ട് 70-ലധികമാണ്. ഏതാണ്ട് 63 എന്ന് നമ്മളെ മജ്മഇന്റെ ഖലീൽ ബുഖാരി അദ്ദേഹം ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞത് 63 എന്നാണ്. ഞാൻ ചില സ്ഥലങ്ങളിൽ വായിച്ചപ്പോൾ മനസ്സിലായത് 70-ലധികം എന്നാണ്. എന്നെ കേൾക്കുന്നവരോട് ഇതൊരു ആവേശപ്രസംഗമല്ല, വെറുതെ ആവേശം കൊണ്ടിട്ട് ഒരു കാര്യമല്ല. വളരെ ലളിതമായി ഒരു സെമിനാർ പോലെ ഇത് വിശദീകരിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തിൽ 70-ലധികം തങ്ങൾ പരമ്പരകളുണ്ട്, സയ്യിദ് കുടുംബങ്ങളുണ്ട്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ടവർ കേരളത്തിൽ 70-ലധികം ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു കുടുംബത്തിന് മാത്രം കുറച്ച് പ്രത്യേകത വരുന്നത് എങ്ങനെ? നിങ്ങൾ ഇവിടത്തെ സയ്യിദ് പരമ്പരകളിൽ, പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പരമ്പരകളിൽ, അഹ്ലു ബൈത്തിൽ പാണക്കാട് കൊടപ്പനക്കൽ തറവാടിന് മാത്രമായി എന്തോ മഹിമ നൽകുമ്പോ അപമാനിക്കപ്പെടുന്ന ഏതാണ്ട് 69-ലധികം വരുന്ന തങ്ങൾ പരമ്പരകൾ ഉണ്ട് എന്നോർക്കണം. നോക്കൂ നിങ്ങൾ, ജിഫ്രി തങ്ങളെ പച്ചത്തെറി വിളിക്കുന്ന വളരെ മോശം ഭാഷയിലൂടെ കേരളത്തിലെ ജമിയത്തുൽ ഉലമയുടെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതനായ ജിഫ്രി തങ്ങളെ അപമാനിക്കുന്ന ഫേസ്ബുക്ക് കമന്റുകൾ നിങ്ങൾ എത്ര കണ്ടിട്ടുണ്ട്? എത്ര മുസ്ലിം ലീഗുകാർ പലതരം പേരുകൾ. ഇപ്പോ ഷജറ എന്നൊരു അറബ് വാക്ക് അദ്ദേഹം ഏത് തരം സമസ്തയുടെ ആളുകൾ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ ലീഗിന്റെ ആളുകൾ വരും. ഷജറകൾ ഞാൻ അതൊന്നും വിശദീകരിച്ചു പോകുന്നില്ല. വളരെ മോശം വാക്കുകളിലൂടെ ജിഫ്രി തങ്ങളെ പറയുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. കേരളത്തിലെ എത്രയോ മുസ്ലിം പരമ്പരകളിൽപ്പെട്ട ആളുകളെ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹം സയ്യിദ് കുടുംബത്തിൽപ്പെട്ടയാളല്ല, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ അദ്ദേഹത്തിന്റെ കൂടെ നിന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് കേരളത്തിൽ 10ഓളം മനുഷ്യരെ മുസ്ലിം ലീഗുകാർ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ചിത്രമുണ്ടാക്കിയിട്ട് അദ്ദേഹത്തിന്റെ മൃതദേഹം എന്ന് പറഞ്ഞുകൊണ്ട് മണ്ണാർക്കാടിൽ മുസ്ലിം ലീഗുകാരൻ ആഹ്ലാദ പ്രകടനം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ അപമാനമല്ലേ? കേരളത്തിൽ ഒരു മുസ്ലിം പള്ളിക്ക് കണ്ണൂർ ജില്ലയിൽ, മദ്രസക്ക് കണ്ണൂർ ജില്ലയിൽ മുസ്ലിം ലീഗുകാരൻ ബോംബെറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ എത്രയോ പള്ളികളിൽ മുസ്ലിം ലീഗുകാർ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന എത്രയോ മനുഷ്യരുടെ തല തല്ലിപ്പൊളിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ലീഗ് നടത്തിയിട്ടുണ്ട്, ലീഗിന്റെ പ്രവർത്തകർ നടത്തിയിട്ടുണ്ട്. അപ്പോഴൊന്നും അവർക്ക് സമുദായമില്ല. അതൊക്കെ അവർക്ക് ഏതോ ഒരു തറവാടിന്റെ മാത്രം മഹിമയാണ്. പ്രിയപ്പെട്ടവരെ, പരിശോധിക്കൂ. കേരളത്തിലേക്ക് വന്ന ആദ്യത്തെ തങ്ങളുടെ പേര് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ ഏതെങ്കിലും തങ്ങളാണോ? എന്റെ ഭാഷയുടെ ശൈലി കൊണ്ട്, എന്റെ ശബ്ദത്തിന്റെ ഈ മുഴക്കം കൊണ്ടോ മറ്റോ ഒരാളും തെറ്റിദ്ധരിക്കരുത്. ഏതെങ്കിലും തരത്തിൽ തങ്ങന്മാരെ അപമാനിക്കുക എന്നത് ഞങ്ങളുടെ ഉദ്ദേശമല്ല. ഈ നാടിനകത്ത് സാധാരണ മനുഷ്യരായ ആളുകൾ, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരും അല്ലാത്തവരും സയ്യിദ് കുടുംബങ്ങളെ ആദരിക്കുകയും അവരെ സ്വീകരിക്കുകയും ചെയ്തതിന് പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളൊക്കെ നിലനിന്നതുകൊണ്ടാണ്, പ്രത്യേകിച്ച് അന്നും ആശുപത്രികളൊക്കെ വികസിക്കാത്ത കാലത്ത് പല തങ്ങൾ കുടുംബങ്ങളും ചികിത്സകന്മാരും മാനസികാരോഗ്യത്തിന് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് നടത്തിയവരും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് അവരുടെ അനുയായികളായ ആളുകൾക്ക് പല കാരണങ്ങളുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല. എന്റെ ചോദ്യം ഇതാണ്: പാണക്കാട് കൊടപ്പനക്കൽ തറവാടിന് ഈ കൽപ്പിച്ചു തരുന്ന മഹത്വം അത് എന്ന് മുതൽ ഉണ്ടായതാണ് എന്ന് പരിശോധിക്കണം. നോക്കൂ നിങ്ങൾ, കേരളത്തിൽ വന്ന, കേരളത്തിലെ രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും പഴക്കമുള്ള ഒരു തങ്ങൾ എന്ന് പറയുന്നത് സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾ ആണ്. കേരളത്തിലെ രേഖപ്പെടുത്തപ്പെട്ട ആദ്യത്തെ പ്രധാനപ്പെട്ട തങ്ങൾ. അദ്ദേഹത്തിന്റെ ഖബർസ്ഥാനുള്ളത് കണ്ണൂർ ജില്ലയിലെ വളപട്ടണത്തെ കക്കുളങ്ങര മക്കാമാണ്. കണ്ണൂർ ജില്ലയിലെ വളപട്ടണത്തെ കക്കുളങ്ങര മക്കാമിൽ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ള സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങളാണ് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ഒരു തങ്ങൾ. അപ്പോ ആദ്യത്തെ തങ്ങൾ പരമ്പര ബുഖാരി തങ്ങൾ പരമ്പരയാണ് കേരളത്തിന്റെ രേഖകളിൽ. രണ്ടാമത് കേരളത്തിലേക്ക് വന്ന പ്രധാനപ്പെട്ട തങ്ങൾ പരമ്പര അത് കോഴിക്കോട് കുറ്റിച്ചിറ കേന്ദ്രമായിരുന്നു അവരുടെ പ്രവർത്തനം. ഇന്നത്തെ ജിഫ്രി തങ്ങൾ, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉണ്ടല്ലോ, അവരുടെയൊക്കെ കുടുംബത്തിലെ കാരണവന്മാരാണ്
രണ്ടാമത് വന്നവർ അവരെ നമ്മൾ ജിഫ്രി പരമ്പര എന്ന് പറയും. ജിഫ്രി തങ്ങന്മാരുടെ പരമ്പരയിൽപ്പെട്ട അവരുടെ പെങ്ങളുടെ മക്കളായിട്ട് മലബാറിലേക്ക് വന്നവരാണ് മമ്പുറം തങ്ങന്മാർ. അവരാണ് പിന്നീട് വന്ന തലമുറ. അങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് ഇഷ്ടം പോലെ മുസ്ലിം സയ്യിദ് കുടുംബങ്ങൾ, നമ്മുടെ ഈ പ്രവാചക പരമ്പര ഇവിടേക്ക് വന്നിട്ടുണ്ട്. എന്നെ കേൾക്കുന്നവരെ, ഞാനിവിടെ എന്തിനാണ് ഈ ചരിത്രം പറയുന്നത് എന്ന് വെച്ചാൽ, എല്ലാത്തിന്റെയും അവസാനത്തെ വാക്ക് അവിടെയാണ് എന്ന് പറയുമ്പോ കേരളത്തിലെ ഈ മറ്റ് പണ്ഡിത സഭകൾക്ക്, മറ്റ് കേരളത്തിലെ തങ്ങൾ കുടുംബങ്ങളുടെ വില എവിടെ? അവരെയും ആദരിക്കണ്ടേ, അവരെയും അംഗീകരിക്കണ്ടേ? ജിഫ്രി തങ്ങളെ തെറി വിളിക്കാം. കൊടപ്പനക്കൽ തറവാട്ടിൽ ഒരു തെറ്റ് നടന്നാൽ, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്ക് അവിടെ ആരെങ്കിലും കൂട്ടുനിന്നാൽ, അതിനെ വിമർശിച്ചാൽ അതെങ്ങനെ മതവിമർശനമാകും? ഇനി മുസ്ലിം ലീഗുകാരോട് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി വിഭജനാനന്തര ഇന്ത്യയിൽ രൂപീകരിക്കപ്പെടുമ്പോ, അതിന് മുമ്പത്തെ കഥയല്ല, 1948 ലീഗ് രൂപീകരിക്കപ്പെടുമ്പോ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ നിന്ന് ആരെങ്കിലും ഉണ്ടായിരുന്നോ? മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ രൂപീകരിക്കപ്പെടുമ്പോ അതിന്റെ തലപ്പത്ത് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ നിന്നുള്ള തങ്ങൾ പരമ്പര വന്നിട്ടില്ല. ഉമർ ബാഫക്കി തങ്ങളുടെ മരണശേഷമാണ് PMSA പൂക്കോയ തങ്ങൾ അതിന്റെ അധികാരത്തിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞാണ് 1975 മുതൽ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ലീഗിന്റെ തലപ്പത്തേക്ക് വരുന്നത്. എന്നു മുതലാണോ ലീഗിന്റെ പ്രസിഡന്റ് സ്ഥാനം പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലേക്ക് വന്നത്, അന്നു മുതലാണ് കേരളത്തിൽ, നമ്മുടെ മലബാറിൽ ഖാളി വിഭാഗത്തിന്റെ തലപ്പത്തേക്ക് അവർ വന്നത്. മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ഖാളി കുടുംബം പാണക്കാട് കൊടപ്പനക്കൽ തറവാടല്ല. മലപ്പുറം ജില്ലയിൽ കൊടപ്പനക്കൽ തറവാട് ലീഗിന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പും നോമ്പുണ്ടായിട്ടുണ്ട്, ഹജ്ജുണ്ടായിട്ടുണ്ട്, മുസ്ലിം ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ തീരുമാനങ്ങൾ എടുത്ത ഖാളിമാരുണ്ടായിട്ടുണ്ട്. ആ ഖാളിമാർ മലപ്പുറത്തെ വലിയ ഖാളിയാരകത്ത് എന്ന തറവാട്ടുപേരായി ഇപ്പോഴും മലപ്പുറത്തുണ്ട്. ആ തലമുറക്ക് പാരമ്പര്യം പറയുന്നവരാണിവർ, പാരമ്പര്യം പറയുന്നവരാണ് ഈ ലീഗുകാർ. ആ പാരമ്പര്യമെങ്കിൽ മലപ്പുറം വലിയ ഖാളിയാരകത്ത് എന്ന തറവാടുണ്ട്. ആദ്യം വന്ന തങ്ങൾ പരമ്പരയുണ്ട്. അവർക്കാർക്കും കൊടുക്കാത്ത ഈ മഹത്വം ഇവർക്ക് എന്ന് കിട്ടി? ഇനിയും നോക്കൂ നിങ്ങൾ. ഇതൊന്നും എന്റെ അമ്മ പറഞ്ഞ് തീക്കൊള്ളിയുണ്ട് തല ഉറിയണ്ടാന്ന്. ഇടയ്ക്ക് എന്റെ അമ്മക്ക് ഭയങ്കര വിശ്വാസമാണ്. പൊന്നുപദേശിച്ചു, ഞാൻ പറഞ്ഞു നോണയൊന്നും പറയില്ലമ്മാന്ന്. നുണ പറഞ്ഞാലല്ലേ പ്രശ്നം. അടുത്ത ചോദ്യം ലീഗുകാരൻ പറയാം. സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ സ്ഥാപിക്കപ്പെട്ടിട്ട് 100 കൊല്ലാണ്. ഇത് 2025. മലബാർ സമരത്തിനു ശേഷമാണ് സമസ്ത രൂപീകരിക്കപ്പെട്ടത്. 22 തുടങ്ങി ഔപചാരികമായി 25 മുതലാണ് സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ എന്ന കേരളത്തിലെ ഏറ്റവും ആധികാരികമായ മുസ്ലിം പണ്ഡിത സഭ രൂപീകരിക്കപ്പെടുന്നത്. ആ സമസ്ത രൂപീകരിക്കപ്പെട്ട കാലത്ത് സമസ്തയുടെ തലപ്പത്ത് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടുകാർ ആരെങ്കിലും പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നോ? ഇപ്പൊ എല്ലാത്തിന്റെയും തലപ്പത്തവരല്ലേ. പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ നിന്ന് സമസ്തയുടെ മുഷാവറയിൽ പോലും ആദ്യത്തെ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്ന് മുതൽ എന്തിനാണ് പാണക്കാട് കേന്ദ്രമായ ഖാളി ഹൗസ് എന്ന് പറയുന്ന ഒരു പദ്ധതി ലീഗ് ആരംഭിച്ചിട്ടുണ്ട്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കാലത്ത് ഖാളി ഹൗസ് ഇല്ല. സയ്യിദ് PMSA പൂക്കോയ തങ്ങളുടെ കാലത്ത് ഖാളി ഹൗസ് ഇല്ല. ഉമർ അലി ശിഹാബ് തങ്ങളുടെ കാലത്ത് ഖാളി ഹൗസ് ഇല്ല. ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ കാലത്ത് ഖാളി ഹൗസ് ഇല്ല. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇപ്പോൾ ലീഗിന്റെ പ്രസിഡന്റ് ആയപ്പോ, ലീഗിന് കഴിഞ്ഞ 9 വർഷമായി ഭരണം നഷ്ടമായപ്പോ മാത്രം എങ്ങനെയാണ് പാണക്കാട് കൊടപ്പനക്കൽ കേന്ദ്രമായി ഒരു ഖാളി ഫൗണ്ടേഷൻ ഉണ്ടാവുകയും ഖാളി ഹൗസ് ഉണ്ടാവുകയും ചെയ്തത്? ഖാളി ഹൗസ് എന്ന പേരിൽ ലീഗ് രൂപീകരിക്കുന്ന ഈ സംവിധാനത്തെ കുറിച്ച് ജിഫ്രി തങ്ങളോ അല്ലെങ്കിൽ ഇപ്പൊ അടുത്ത് AV അബ്ദുറഹ്മാൻ മുസ്ലിയാർ, നമ്മളെ ഇടതുപക്ഷത്തിന്റെ ആളൊന്നുമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടയാളല്ല, സമസ്തയുടെ മുഷാവറ അംഗമായ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വലിയ ചർച്ചയൊന്നും ആയിട്ടില്ല. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഏതോ ഒരു തങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഏതോ ഒരു തങ്ങൾ. ഈ ഏതോ ഒരു തങ്ങൾ എന്ന പ്രയോഗം AV അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന സമസ്തയുടെ മുഷാവറ അംഗം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വളരെ മോശം ഭാഷയിൽ ചീത്ത വിളിക്കാൻ വന്ന ചില ആളുകളുണ്ട്. അതിൽ ഒരാളുടെ പേര് കൂടത്തായി നാസർ, മറ്റൊരാളുടെ പേര് നമ്മുടെ മലപ്പുറത്തിന്റെ തൊട്ടുതായ അബ്ദുസമദ് പൂക്കോട്ടൂർ, പിന്നെ ഒരു നദിവി. ഇവരൊക്കെയാണ് വരുന്നത്. മുസ്ലിം ജീവിതത്തെ
മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയമാണ് മുസ്ലിം ജീവിതത്തെ നിർണയിക്കേണ്ടത് എന്ന് ജനങ്ങൾക്കിടയിൽ പറഞ്ഞു പഠിപ്പിക്കാൻ ഈ കൂട്ടർ ശ്രമിക്കുന്നത് ഈ അധികാരത്തെ ഉപയോഗിച്ചിട്ടാണ്. എന്തിനാണ് ഖാലി ഫൗണ്ടേഷൻ ഞാൻ പറഞ്ഞത്? ഈ ഒരു പബ്ലിക് സ്പീച്ച് ആയതുകൊണ്ട് തന്നെ വേണ്ടത്ര കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ ചോദ്യം, ഇടതുപക്ഷത്തിന്റെ ചോദ്യം, CPIM-ന്റെ ചോദ്യം, പാണക്കാട് തറവാടിന് ഒരു മഹത്വവും വേണ്ട എന്നോ ആരെങ്കിലും അവരെ ആദരിക്കണ്ട എന്നോ അല്ല. ആദരിക്കുന്നവർക്ക് ആദരിക്കാം, ബഹുമാനിക്കുന്നവർക്ക് ബഹുമാനിക്കാം, അവരുമായിട്ടുള്ള എല്ലാ ഭയഭക്തി സ്നേഹാദരങ്ങളും നിങ്ങൾക്ക് സൂക്ഷിക്കാം, തെറ്റില്ല. എന്നാൽ കേരളത്തിൽ വന്ന മറ്റ് പരമ്പരകളിൽപ്പെട്ട കബീലകൾ എന്ന അറബിയിൽ പറയുന്ന മറ്റ് സയ്യിദ് കുടുംബങ്ങൾക്ക് ഇല്ലാത്ത എന്തോ സവിശേഷത ഇവിടെയുണ്ട്, എല്ലാത്തിന്റെയും തലപ്പത്ത് അവരാണ് എന്ന് പറയുന്ന രീതി നമ്മുടെ മലപ്പുറം ജില്ലയിൽ പോലും ഉണ്ടായിട്ടില്ല. ലീഗിന്റെ പോലും പ്രസിഡന്റ് സ്ഥാനത്ത് ആദ്യം വന്നത് അവരല്ല, സമസ്തയുടെ നേതൃസ്ഥാനത്തേക്ക് ആദ്യം വന്നത് അവരല്ല, നമ്മുടെ നാടിനകത്തെ ആദ്യത്തെ ഖാലി കുടുംബം അവരല്ല. പിന്നെ എല്ലാത്തിനെയും ആ ഖാലി ഫൗണ്ടേഷനിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിന്? കൊണ്ടുപോകാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ. ആ കാരണം കേരളത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ രാഷ്ട്രീയ പാർട്ടി അവരെ തന്നെ തിന്നുന്നവരാണ്. ചില പ്രത്യേകതരം ജീവികളുണ്ട്, സ്വയം തിന്നുന്ന ജീവികൾ, സ്വയം ഭക്ഷണമാക്കുന്ന ജീവികൾ. മക്കളെ കഴിക്കുന്ന ചില മത്സ്യങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. സ്വന്തം ശരീരം ഭക്ഷണമാക്കുന്ന ചില പ്രത്യേകതരം ജീവികളെ കുറിച്ച് നമ്മൾ ബയോളജിയിലൊക്കെ വായിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ജീവിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് കഴിക്കുന്നത് അവരുടെ സ്വന്തം ശരീരമാണ്, അഥവാ മുസ്ലിമിന്റെ തന്നെ ശരീരമാണ്, മുസ്ലിമിന്റെ തന്നെ സമ്പത്താണ്. എന്തിന്? മുസ്ലിം ലീഗിന്റെ സാമ്പത്തിക കുറ്റവാളിത്തരങ്ങളുടെ, അവരുടെ ചൂഷണങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം വഖഫ് ഭൂമിയാണ്. വഖഫ് സ്വത്ത് അടിച്ചുമാറ്റി സമ്പത്തുണ്ടാക്കിയവരാണ് മുസ്ലിം ലീഗിന്റെ പല പ്രമുഖരും. അങ്ങനെ പ്രധാനപ്പെട്ട ഒരാൾ കോഴിക്കോട് മായിൻ അജിയുടെ പേര് എത്രയോ തവണ വഖഫ് ട്രിബ്യൂണലിൽ വന്നതാണ്. മുസ്ലിം ലീഗിന്റെ പല നേതാക്കന്മാരും, മട്ടന്നൂർ പള്ളിയുണ്ട്, മട്ടന്നൂർ പള്ളി അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് എത്രയോ കാലമായി, ഇതുവരെ കണക്ക് അവതരിപ്പിച്ചിട്ടില്ല. 3.5 കോടിയാണ് ആ പള്ളിയുടെ ചെലവ്. പള്ളി മാത്രമല്ല, അതിന്റെ സൂപ്പർ മാർക്കറ്റ്, ഷോപ്പിംഗ് കോംപ്ലക്സ്, അങ്ങനെ ചില സംവിധാനങ്ങൾ കൂടിയുണ്ട്. ഇതെല്ലാം ലീഗ് നേതാക്കന്മാർ അവരുടെ സ്വന്തം പോക്കറ്റിലേക്കാക്കി. ഇതെങ്ങാനും ജനങ്ങൾ ചോദ്യം ചെയ്യും എന്ന് കണ്ടപ്പോ ആ ചോദ്യം ചെയ്യലുകളെ, വിമർശനങ്ങളെ ഇല്ലാതാക്കാൻ എല്ലാ കേന്ദ്രം കൂടി എങ്ങോട്ട് കൊണ്ടുപോയി? കൊടപ്പനക്കൽ തറവാട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോഴാണ് കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാരിൽ പ്രധാനപ്പെട്ടവർ, ജിഫ്രി തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളിൽ ചിലരൊക്കെ ഒരു സൂചന നൽകിയത്, ഖാലിയാവണമെങ്കിൽ മതപരമായ പാണ്ഡിത്യം ഉണ്ടാവണം. സ്വാഭാവികമാണല്ലോ. ആ മതപരമായ പാണ്ഡിത്യം ഈ പറയുന്ന ആളുകൾക്കില്ല. പ്രത്യേകിച്ച് പാണക്കാട് സാദിഖ് അലി തങ്ങൾക്കില്ല. അദ്ദേഹത്തിന്റെ പൂർവികനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹത്തിന്റെ പൂർവികനായ ഉമർ അലി ശിഹാബ് തങ്ങൾ, ഇവരൊക്കെ മതപാണ്ഡിത്യമുള്ളവരായിരുന്നു. മതപാണ്ഡിത്യം ഉണ്ടായിരുന്ന അവരുടെ കാലത്ത് ഇല്ലാതിരുന്ന ഖാലി ഫൗണ്ടേഷൻ ഇപ്പോൾ കൊണ്ടുവരാൻ ഒറ്റ കാരണമേ ഉള്ളൂ. ആ കാരണം കഴിഞ്ഞ 9 വർഷമായി തുടർച്ചയായി ഇടതുപക്ഷമാണ്. ഏത് പാർട്ടി കേരളം ഭരിച്ചാലും ഇവിടുത്തെ വഖഫ് നിയന്ത്രിക്കുന്നത് ലീഗാണ്. കാരണം ഇടതുപക്ഷത്തിന് 140 MLA-മാരുണ്ടായി എന്ന് വിചാരിക്കാം. ഞാൻ ഈ പറയുന്ന ചില കാര്യങ്ങൾ ചിലർക്ക് മനസ്സിലാവില്ല, ദയവ് ഇത് ക്ഷമിക്കണം. നിങ്ങൾക്ക് മനസ്സിലാവാനല്ല, ലീഗുകാർക്ക് അവിടെ ഇരുന്ന് മനസ്സിലാവുന്നുണ്ടാവും. കൊള്ളണ്ടോൽക്ക് കൊള്ളും, അല്ലാത്തവരൊരു ഓളത്തിന് ഇങ്ങനെ പാട്ടൊക്കെ കേൾക്കണായിരിക്കും കേൾക്കുക. വഖഫ് ആര് ഭരിച്ചാലും 140 സീറ്റും CPM-ന് കിട്ടിയെന്ന് വിചാരിക്കാം. പൂർണ്ണമായും കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഈ പ്രാദേശികമായി ഇത് കൺട്രോൾ ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ മുത്തവല്ലിമാർ എന്ന് പറയാം. മുത്തവല്ലി എന്നൊരു ടേം ഉണ്ട്, എന്ന് പറഞ്ഞാൽ മേൽനോട്ടക്കാരൻ എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. ഈ മുത്തവല്ലിമാരുടെ ഒരു സമിതിയാണ് വഖഫുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുക. അതിന്റെ CEO ലീഗുകാരനാണ്. അതിന്റെ പ്രധാനപ്പെട്ട നേതൃസ്ഥാനങ്ങളിൽ, അതിന്റെ കമ്മിറ്റികളിൽ ലീഗിന്റെ നോമിനേറ്റഡ് ആളുകളാണ് ഭൂരിഭാഗവും ഉള്ളത്. ഈ കേരളത്തിൽ വഖഫ് സ്വത്ത് തിരിമറി നടത്തിയ, അള്ളാഹുവിന്റെ പേരിൽ വഖഫ് ചെയ്യപ്പെട്ട ഭൂമി തട്ടിയെടുത്ത കേസിൽ, തിരിമറി നടത്തിയ കേസിൽ കേരളത്തിൽ പ്രതി ചേർക്കപ്പെട്ടതിൽ ഒരാളുപോലും CPM-കാരനല്ല, ഒരാളുപോലും ഇടതുപക്ഷ അനുഭാവിയല്ല. വഖഫ് സ്വത്ത് പോക്കറ്റിലാക്കി അള്ളാന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഭൂമി തട്ടിയെടുത്ത കേസിൽ പ്രതി ചേർക്കപ്പെട്ടവരെല്ലാം
ലീഗാണ്, ലീഗ് നേതൃത്വത്തിൽപ്പെട്ടവരാണ്. അവർക്ക് ഇതിനെക്കുറിച്ച് ജനം ചോദ്യം ചെയ്തു വരും എന്നറിയാം. ആ ചോദ്യം ചെയ്യലുകളെ എല്ലാം ഒതുക്കണമെങ്കിൽ എല്ലാത്തിനും ഒരു രാജാവ് വേണം, ഒരു കേന്ദ്രം. അതാണ് നേരത്തെ പറഞ്ഞ ബുഖാരി തങ്ങൾക്കില്ലാത്ത, ജിഫ്രി തങ്ങൾക്ക് കൊടുക്കാത്ത, മമ്പുറം തങ്ങൾമാരുടെ പരമ്പരക്ക് നൽകാത്ത എന്തോ ഒരു പ്രത്യേകത ഇപ്പോൾ കൊടപ്പനക്കലിന് ചാർത്തി കൊടുക്കുന്നത്. ഞങ്ങൾ ഇതൊന്നും പറയണമെന്ന് വിചാരിച്ചതല്ല. ഞങ്ങൾക്കിത് പണ്ടേ അറിയാവുന്ന കാര്യങ്ങളുമാണ്. ഞങ്ങളാരും ഇത്രയൊന്നും നിങ്ങളെ നേതാക്കന്മാരിൽ ചിലരെ പറയാറുണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങൾ മാന്തി അവസാനം ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ കൂടിയിട്ട് CPM വലിയ വർഗീയവാദികളാണ്, CPM ഇതാ സമുദായത്തെ തകർക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് നിങ്ങളുടെ വാദം. നിങ്ങൾ ഈ പറയാനുള്ള ഒരേ ഒരു കാരണം, പ്രിയപ്പെട്ടവരെ, CPM-നെ ഇവിടത്തെ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും മതനിഷേധികളായി ഈ നാടിനെ CPM-ൽ നിന്ന് അകറ്റി നിർത്താനുള്ള ഒരേ ഒരു കാരണം, ലീഗിന്റെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്ക് ഇരയാക്കാൻ ഒരു വിഭാഗത്തെ വേണം. ഇവിടുത്തെ സാമ്പത്തിക ശേഷിയുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ ലീഗിന് വേണം. അവർക്ക് സാമ്പത്തികമായി കൊള്ളയടിക്കാൻ, ആ കൊള്ളയടിക്കുന്നതിന് ഇടതുപക്ഷം തടസ്സം നിൽക്കും എന്നതുകൊണ്ടാണ് അവർ CPM-നെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ ഇടതുപക്ഷം എന്തുകൊണ്ട് വേണം? ഈ ചമ്പതാക കേരളത്തിൽ എന്തുകൊണ്ട് വേണം? നോക്കൂ നിങ്ങൾ, ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും വർഗീയ സംഘർഷങ്ങൾ, വർഗീയ കലാപങ്ങൾ അതിരൂക്ഷമായി വർദ്ധിക്കുകയാണ്. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ 2014 ശേഷം വർഗീയ കലാപങ്ങൾ വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡ് എന്ന ഒറ്റ സംസ്ഥാനത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് 400-ലധികം മുസ്ലിം പള്ളികൾ അടിവേര് മാന്തിയിട്ടുണ്ട്. 400-ലധികം മുസ്ലിം പള്ളികൾ. എവിടുന്നാണ് ലീഗ് ഇതിനൊക്കെയുള്ള ധൈര്യം BJPക്ക് കിട്ടിയത്? നിങ്ങൾ പറയുന്നു ഞങ്ങളാണ് ഹിന്ദുത്വ മാർക്സിസം, ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഷയിൽ ഇവിടെ ചിലർ പറയുന്നു ഇടതുപക്ഷമാണ് ഹിന്ദുത്വ മാർക്സിസം. പ്രിയപ്പെട്ടവരെ, RSSന്റെ മുഖപത്രമാണ്, BJPയുടെ കേരളത്തിലെ മുഖപത്രമാണ് ജന്മഭൂമി പത്രം. ജന്മഭൂമി പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ CPIM-ന്റെ ലോക്കൽ സെക്രട്ടറി മുതൽ അഖിലേന്ത്യാ സെക്രട്ടറി വരെയുള്ള ഏതെങ്കിലും ഒരു നേതാവിന്റെ പേരിൽ അഭിനന്ദനം അറിയിച്ചുകൊണ്ടുള്ള കുറിപ്പ് ഈ കാലം വരെ ഉണ്ടായിട്ടില്ല. ഞാൻ ആവർത്തിക്കുന്നു, ആവേശം കൊണ്ട് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാതെ പോകും. ആവർത്തിച്ചു പറയുന്നു, ജന്മഭൂമി എന്ന പത്രത്തിൽ CPIM-ന്റെ പ്രാദേശിക നേതാവ് മുതൽ അഖിലേന്ത്യാ നേതാവ് വരെ, ജീവിച്ചിരിക്കുന്നവർ വരെ മുതൽ മരിച്ചവർ വരെ ഏതെങ്കിലും ഒരാളുടെ പേര് പ്രശംസനാർഹമാണ്, CPIM എന്ന പാർട്ടി അഭിനന്ദനം അർഹിക്കുന്നു എന്ന ഒരു പരാമർശം ജന്മഭൂമിയുടെ എഡിറ്റോറിയൽ പേജിൽ ഇന്നോളം ഉണ്ടായിട്ടില്ല. എന്നാൽ ലീഗ് ഞങ്ങൾ കാണിച്ചു തരാം. ഒരു പാർട്ടിയുടെ പേര് ബാബരി എന്ന ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ ബാബരി പള്ളിയുടെ തങ്കത്താഴികക്കുടങ്ങൾ തച്ചു തകർത്ത് RSSകാർ അവിടെ രാമക്ഷേത്രം പണിതു. ആ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പല പാർട്ടികൾക്കും കത്തെഴുതി. ആ കത്തുകളുടെ കൂട്ടത്തിൽ CPIM-ന്റെ ദേശീയ ഓഫീസിലേക്ക്, കേന്ദ്ര കമ്മിറ്റി ഓഫീസിലേക്ക് ഒരു കത്ത് വന്നു. ആ കത്ത് സ്വീകരിച്ചുകൊണ്ട്, കത്ത് സ്വാഭാവികമായും പോസ്റ്റ്മാൻ കൊണ്ടുവന്ന് തരും. അത് പൊട്ടിച്ചു നോക്കി, അതൊരു ക്ഷണക്കത്താണ്. ആ ക്ഷണക്കത്ത് വായിച്ചിട്ട് ക്ഷണം സ്വീകരിച്ചു മിണ്ടാതിരുന്നതല്ല CPM ചെയ്തത്. ആ ക്ഷണക്കത്ത് ഞങ്ങളുടെ അന്നത്തെ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, ഇന്ത്യൻ ബഹുസ്വരതയുടെ ഏറ്റവും ഉജ്ജ്വലനായ കാവൽക്കാരൻ സഖാവ് സീതാറാം അത് വായിക്കുന്നു. അത് വായിച്ചപ്പോ അതൊരു ക്ഷണക്കത്താണ്. രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുകയാണ്. ആ ചടങ്ങിലേക്കുള്ള സ്വാഗതമാണ്, ക്ഷണമാണ്. അന്ന് സീതാറാം ഒരു മറുപടി പറഞ്ഞു അവരോട്, മാധ്യമങ്ങളോടാകെ. ആ മറുപടിക്ക് ശേഷമാണ് ഇന്ത്യയിൽ കോൺഗ്രസ് ഉൾപ്പെടെ നിലപാട് എങ്ങനെയെങ്കിലും ഒന്ന് പറയാൻ ശ്രമിച്ചത്. അതിങ്ങനെയാണ്, രാജ്യത്തെവിടെയെങ്കിലും ഹിന്ദു മതവിശ്വാസികൾക്ക് ഒരു രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് CPIM എതിരല്ല. ആവർത്തിച്ചു പറയുന്നു, രാജ്യത്തെ ഹിന്ദു മതവിശ്വാസികൾ രാമഭക്തരായ ആളുകളുണ്ട്. ആ രാമഭക്തരായ ആളുകൾക്ക് രാജ്യത്തെവിടെയെങ്കിലും രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് CPIM എതിരല്ല. ആരാധനാ കർമ്മങ്ങൾക്ക് CPIM എതിരല്ല. എന്നാൽ
ബാബരി പള്ളി നൂറ്റാണ്ടുകളായി ഇന്ത്യൻ മുസൽമാൻ ആരാധന നടത്തിയ ബാബരി പള്ളി തച്ച് തകർത്ത് അവിടെ രാമക്ഷേത്രം നിർമ്മിക്കുമ്പോ, പള്ളിപ്പറമ്പിൽ ക്ഷേത്രം നിർമ്മിക്കുമ്പോ അതിനെ CPIM എതിർക്കും. അത് ഇന്ത്യയുടെ ബഹുസ്വരതക്കെതിരാണ്. ഇതായിരുന്നു ഞങ്ങളുടെ നിലപാട്. ഞങ്ങൾ കേരളത്തിന്റെ ഓരോ ലോക്കൽ കേന്ദ്രങ്ങളിലും ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ബാബരി പള്ളി പൊളിച്ച് അവിടെ രാമക്ഷേത്രം നിർമ്മിക്കുന്ന സംഘപരിവാർ ശ്രമങ്ങളെ കേരളത്തിലെ CPIM-ന്റെ നേതാക്കന്മാർ പലയിടങ്ങളിൽ പല രീതിയിൽ പ്രതിരോധിച്ചിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്. എന്താ ലീഗ് നിങ്ങളുടെ നിലപാട്? അപ്പൊ പറയും അവരാണ് മതേതരത്വത്തിന്റെ ആളുകൾ. നട്ടെല്ലിന്റെ സ്ഥാനത്ത് വായപ്പിണ്ടി വെക്കുന്നതിന്റെ പേരല്ല ലീഗ് മതേതരത്വം. മതേതരത്വം എന്നത് നിലപാട് പറയേണ്ടടുത്ത് പറയേണ്ടതിന്റെ കൂടി പേരാ. എന്താ നിങ്ങൾ ചെയ്തത്? മുസ്ലിം ലീഗിന്റെ നേതാവായ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി തങ്ങൾ അന്ന് പറഞ്ഞത് ഇന്ത്യയിലെ ഭൂരിപക്ഷത്തിന്റെ ആവശ്യമാണ് രാമക്ഷേത്രം, അതുകൊണ്ട് ലീഗ് അതിനെക്കുറിച്ച് ഇനി ചർച്ച ചെയ്യുന്നില്ല, ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ പറയുന്നത് കളവാണെന്ന് ഏതെങ്കിലും ലീഗുകാരൻ പറഞ്ഞാൽ ജന്മഭൂമി പത്രത്തിന്റെ എഡിറ്റോറിയൽ എന്റെ ഫോണിലുണ്ട്, സമയക്കുറവ് കാരണം എടുത്തു വായിക്കുന്നില്ല. ജന്മഭൂമി പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ ഇങ്ങനെയാണ് വന്നത്. ആദ്യത്തെ പാരഗ്രാഫ് മുസ്ലിം, രണ്ടാമത്തെ പാരഗ്രാഫിലാണ് ജന്മഭൂമിയുടെ എഡിറ്റോറിയൽ. ഈ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് കഴിഞ്ഞതിന്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസമാണ് ഇത് വന്നത്. അതിങ്ങനെയാണ്: മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നിലപാട് അഭിനന്ദനാർഹമാണ്. ശിഹാബ് തങ്ങൾക്ക്, പാണക്കാട് സാദിഖ് അലി തങ്ങൾക്ക് അഭിനന്ദനം. മുസ്ലിം ലീഗിന് പ്രശംസ. ആരുടെ പ്രശംസ? ജന്മഭൂമിയുടെ പ്രശംസ, RSSന്റെ പ്രശംസ. എന്തിന്? ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പല്ല, ഇത് കുറെ വർഷങ്ങൾക്ക് മുമ്പല്ല. ഇത് ഈ കേരളത്തിൽ 2025 സംഭവിച്ചതാ. ലീഗിനെ RSS പ്രശംസിച്ചത്. നോക്കൂ നിങ്ങൾ, കേരളത്തിലെ മുസ്ലിം ലീഗുകാരാ, നിങ്ങൾ മറന്ന ഒരു കഥയുണ്ട്. ഇപ്പൊ എന്തിനും ഏതിനും കമ്മ്യൂണിസ്റ്റുകാരാകെ മോശമാണ്. എന്നാൽ ഒരു കാലമുണ്ടായിരുന്നു. മുസ്ലിം ലീഗിന്റെ കേരള നിയമസഭയിലെ ആദ്യത്തെ മന്ത്രിയുടെ പേരെന്താണ്? മുസ്ലിം ലീഗുകാരനായ കേരള നിയമസഭയിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യത്തെ മിനിസ്റ്റർ ആരാണ്? അദ്ദേഹത്തിന്റെ പേരെന്താണ്? മുസ്ലിം ലീഗുകാരനായ ആദ്യത്തെ മന്ത്രിയുടെ പേര് CH മുഹമ്മദ് കോയ എന്നാണ്. 1967 സപ്തകക്ഷി മുന്നണിയുടെ കാലത്താണ് CH മുഹമ്മദ് കോയ കേരളത്തിൽ മന്ത്രിയാവുന്നത്. അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര് സഖാവ് EMS നമ്പൂതിരിപ്പാട് എന്നാണ്. EMS മുഖ്യമന്ത്രിയാവുന്ന കാലത്താണ് അന്ന് ലീഗിനകത്തെ ഒരു വിഭാഗത്തെ കൂട്ടിച്ചേർത്തുകൊണ്ട് CH മുഹമ്മദ് കോയ അന്ന് ഈ മന്ത്രിസഭയിൽ വന്നത്. എന്തേ ലീഗ് അന്ന് നിങ്ങൾ പറഞ്ഞോ ഈ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് ഇങ്ങനെ? ഇപ്പൊ ലീഗുകാർ പറയുന്നുണ്ട് അന്ന് ഞങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് മലപ്പുറം വന്നത്. ഫേസ്ബുക്കിൽ, വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർമാരാ ലീഗിന്റെ ഇവിടുത്തെ മണ്ഡലം കമ്മിറ്റി. അവര് പറയും ഞങ്ങളാണ് കാലിക്കറ്റ് സർവകലാശാല കൊണ്ടുവന്നത്, ഞങ്ങളാണ് മലപ്പുറം ജില്ല കൊണ്ടുവന്നത്, ഞങ്ങൾ പിന്തുണ പിൻവലിക്കും എന്ന് പറഞ്ഞപ്പോ EMS പേടിച്ചു. നേരായില്ലേ? അടുത്ത വെല്ലോടുകൂടി അവസാനിപ്പിക്കുന്നു. EMS പിന്തുണ പിൻവലിക്കുമെന്ന് പറഞ്ഞപ്പോ പേടിച്ചുപോയി. അതുകൊണ്ടാണ് നിങ്ങളുടെ ഒക്കെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്. വെറുതെ ഏറ്റവും ചുരുങ്ങിയത് വിക്കിപീഡിയ, ChatGPT-യോട് ചോദിച്ചാൽ മതി, അത് പറഞ്ഞുതരും. 1967 ഗവൺമെന്റിൽ CPIM-ന്റെ MLA-മാരുടെ എണ്ണം 52, CPI-യുടെ MLA-മാരുടെ എണ്ണം 22. SSP എന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു, ഒരു സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. അതിന്റെ MLA-മാരുടെ എണ്ണം 19. മുസ്ലിം ലീഗിന്റെ MLA-മാരുടെ എണ്ണം 14. നോക്കണേ, 1967 സപ്തകക്ഷി മുന്നണിയിൽ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം CPM-നും CPI-ക്കും മാത്രമുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമുണ്ട്. അപ്പൊ ലീഗ് പേടിപ്പിച്ചിട്ടാണ് മലപ്പുറം വന്നത് എന്നൊക്കെ പറയുമ്പോ അതങ്ങ് പോയി പറഞ്ഞാ മതി, നാട്ടുകാരോട് പറയണ്ട എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇനിയും ഉണ്ട് കേട്ടോ ലീഗിനെ പറയുകയാണെങ്കിൽ. നമസ്കാരപ്പെട്ടൊരു സപ്താഹം, പ്രഭാഷണ സപ്താഹ യജ്ഞം നടത്തേണ്ടി വരും ലീഗിനെ. ഞാന് കഴിഞ്ഞ ദിവസം ചെറുകാവ്, ഞാനിപ്പോ അടുത്ത പാർട്ടിയുടെ ഭാഗം. അപ്പൊ ഈ കട്ട കഥകളുണ്ടല്ലോ, നമ്മൾ ഈ നോട്ട് ചെയ്ത് വെക്കണം, മെമ്മറിയിൽ വേണമല്ലോ. അപ്പൊ ലീഗാരന്റെ കട്ട കഥകൾ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ നോട്ടിട്ട് എഴുതി. പ്രിയപ്പെട്ട സഖാക്കളെ, ഈ അമുക്കുകൾ നോട്ടിന്റെ പൈസ എനിക്ക് തരണം. 150 പേജ് ഇപ്പൊ കഴിഞ്ഞു. ലീഗിന്റെ കള്ളത്തരത്തിന്റെ കഥകൾ എഴുതി വെച്ചപ്പോ ഏതാണ്ട് 150 പേജുള്ള നോട്ട് പുസ്തകം 300 പേജ് ആയത് 150-ലധികം പേജ് ഇപ്പൊ കഴിഞ്ഞു. ഇനിയും ബാക്കി ഇഷ്ടം പോലെ എഴുതാണ്ട്. ഇതാ ലീഗ്. ഇങ്ങനെ കട്ട് തിന്ന് തടിച്ചു കൊഴുത്തപ്പോ ലീഗിന് പിന്നെ ആകെയുള്ളത് സമുദായ.
ഈ സമുദായത്തിന്റെ പേരും പറഞ്ഞ് ഇവർക്ക് പോകാൻ ഇനിയും പറ്റൂല എന്ന് കണ്ടപ്പോ അടുത്തൊരു ടീമിനെ കൂട്ടി. ആ ടീമിന്റെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി. ഇവിടെ ഉണ്ടാവും, കൂടുതലൊന്നും കാണൂല, കുറച്ചേ ഉണ്ടാവുള്ളൂ. ഒരു പായസം മുഴുവൻ കേടെടുത്താൽ ഒരു തുള്ളി മതി. അതേപോലെ തുള്ളിയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി. ഓലെ പൂതി മുസ്ലിം സമുദായത്തിന്റെ ബാപ്പയാവാൻ നടക്കുന്നവർ. ബാപ്പ എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി എന്നാണ് അതിനർത്ഥം. ഒരു വീട്ടിലെ പിതാവ്, അമ്മക്കും ഡിസിഷൻ മേക്കിംഗ് ഉണ്ട് കേട്ടോ, സ്ത്രീവിരുദ്ധമായെന്ന് വിചാരിക്കരുത്. നാട്ടിൽ പൊതുവെ ബാപ്പയാണല്ലോ ഈ തീരുമാനങ്ങൾ എടുക്കുന്ന ആള്. മുസ്ലിം ലീഗിന്റെ അടുത്തിപ്പോ തീരുമാനങ്ങൾ എടുക്കൽ അതോറിറ്റിയായി വരുന്ന കൂട്ടര ജമാഅത്തെ ഇസ്ലാമി. എന്തുകൊണ്ടാ CPIM ജമാഅത്തെ ഇസ്ലാമി എതിർക്കുന്നത്? ഒറ്റക്കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ജമാഅത്തെ ഇസ്ലാമി എതിർക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം RSS എന്ന പ്രസ്ഥാനം എങ്ങനെയാണോ ഇന്ത്യൻ ജനാധിപത്യത്തെയും മതനിരപേക്ഷതയും അട്ടിമറിക്കുന്നത്, അതുപോലെ രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവരുടെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി. ഇവിടെ വന്ന് ഞങ്ങൾ ഫാസിസ്റ്റ് വിരുദ്ധ പോരാളികൾ, ഹിന്ദുത്വ മാർക്സിസം, ഏത് ദാവൂദ്, ജമാഅത്തെ ഇസ്ലാമി, മാധ്യമം മീഡിയ വൺ ദിവസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഹിന്ദുത്വ മാർക്സിസം. അതാണ് MSFന്റെ പ്രസിഡന്റ് SFIയെ കുറിച്ച് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ആരാണ് ഹിന്ദുത്വ മാർക്സിസം എന്ന് പ്രയോഗിക്കുന്നത്? 2025 കാശ്മീരിന്റെ വിഭജന ശേഷം കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. RSSനെ പരാജയപ്പെടുത്താൻ രാജ്യത്തെ ജനാധിപത്യവാദികളൊക്കെ ഒന്നിച്ചു നിന്നുകൊണ്ട് കാശ്മീരിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോ കാശ്മീരിൽ 2015 ശ്രദ്ധിക്കുക, 2015 കാശ്മീർ വിഭജിക്കപ്പെടുന്നതിന് മുമ്പ് അവിടെ തെരഞ്ഞെടുപ്പുണ്ടായി. അന്ന് കുൽഗാം എന്ന് പറയുന്ന മണ്ഡലത്തിൽ CPIM ആണ് ജയിച്ചത്. നമ്മുടെ പാർട്ടിയുടെ കനൽ ഒരു തരിമതി എന്ന് ലോകം വിശേഷിപ്പിച്ച ഉജ്ജ്വലനായ പോരാളി സഖാവ് മുഹമ്മദ് യൂസുഫ് തരിഗാമി അവിടെ ജയിക്കുന്നു. തരിഗാമി ജയിച്ചപ്പോ 2ാം സ്ഥാനത്ത് ആരാണ്? കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ പരിശോധിക്കാം. BJPയുടെ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റ് ഉണ്ട്. ഇലക്ഷൻ കമ്മീഷൻ മുഴുവൻ സംഖ്യകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം കൂടി മാറ്റുന്നതിന് മുമ്പ് എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. BJP താമര ചിഹ്നത്തിൽ കുൽഗാമിൽ മത്സരിച്ചിട്ടുണ്ട്. വർഷം മറക്കരുത്, 2015. പിന്നെ കാശ്മീരിൽ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് 2025 2025 കാശ്മീർ വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ CPIMന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിനെതിരെ മത്സരിച്ച BJP സ്ഥാനാർത്ഥി ഇല്ല. എവിടെ പോയി BJPയുടെ സ്ഥാനാർത്ഥി അവിടെ പിന്തുണച്ച് 2ാം സ്ഥാനത്ത് വന്ന സ്ഥാനാർത്ഥിയുടെ പേര്, 2ാം സ്ഥാനത്ത് വന്ന സ്ഥാനാർത്ഥിയുടെ പാർട്ടി ജമാഅത്തെ ഇസ്ലാമി കാശ്മീരി എന്നാണ്. അപ്പൊ ഇവിടുത്തെ ജമാഅത്തുകാരൻ പറയും അത് കാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന്. പ്രിയപ്പെട്ടവരെ, കാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമിയും ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയും വേറെയാണെങ്കിൽ സകല സ്ഥലത്തും യൂണിറ്റ് ഉണ്ടാക്കി വലുതാക്കാൻ ശ്രമിക്കുന്നവരാണല്ലോ. അങ്ങ് ദുബായിലും സൗദിയിലും പോയിട്ട് പത്രം തുടങ്ങിയ ആളുകളാണല്ലോ. അവർക്ക് എന്താ കാശ്മീരിലേക്ക് ഒരു വണ്ടിക്കൂലി ഒരു 100, 1000, 1500 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ റിസർവേഷനിൽ ടിക്കറ്റും കിട്ടും. അവിടെ പോയിട്ട് ഒരു യൂണിറ്റ് ഇട്ടൂടെ? വലുതാവൂലെങ്കിലും. കാശ്മീരിൽ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിന് യൂണിറ്റ് ഇല്ല. അവരുടെ പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി കാശ്മീരി. അവർ BJPയോടൊപ്പം. SDPI എന്നൊരു പ്രസ്ഥാനമുണ്ട്, ന്യൂനപക്ഷങ്ങളുടെ പാർട്ടിയാണെന്ന് പറയുന്നവർ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മധുരക്ക് തൊട്ടടുത്തുള്ള ദിണ്ടിഗൽ മണ്ഡലം, ആ ദിണ്ടിഗൽ മണ്ഡലത്തിൽ CPIM ആണ് ജയിച്ചത്. CPIM അവിടെ DMKയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ് മത്സരിച്ചത്. അവിടെ CPIMനെ പരാജയപ്പെടുത്താൻ BJP ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി. BJP അവിടെ മുന്നണിയായി മത്സരിച്ചത് AIADMK, ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം, ജയലളിതയുടെ പാർട്ടി. അതുമായി ചേർന്നിട്ട് AIADMK എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ പേര് കാണുക. AIADMKയുടെ ചിഹ്നമായിട്ടാണ് മത്സരിച്ചത്. സ്ഥാനാർത്ഥിയുടെ പേര് മുഹമ്മദ് മുബാറക് എന്നാണ്. ആരാണ് മുഹമ്മദ് മുബാറക്? പ്രിയപ്പെട്ടവരെ, തമിഴ്നാട് ഘടകം SDPIയുടെ സംസ്ഥാന പ്രസിഡന്റായ നെല്ലായി മുബാറക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പേര് മുന്നിൽ മുഹമ്മദ് മുബാറക് എന്ന് പേര് കൊടുത്ത് AIADMK കാരനായി മത്സരിച്ചത്. BJPയുടെ സഖ്യത്തിന്റെ കൂടെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരുടെ പേരാ SDPI. അവരാണ് ഇവിടെ വന്ന് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങൾ എന്ന് പറയുന്നത്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ CPIM എന്ന പാർട്ടിയുടെ പ്രത്യേകത. ഈ പാർട്ടി ഈ നാടിനകത്തെ ഏതെങ്കിലും ഒരാൾക്ക് മരണാനന്തര മോചനം തരാനുള്ള പാർട്ടിയല്ല. അതിന് ഞങ്ങൾക്ക് കഴിവില്ല. എന്നാൽ ഈ പാർട്ടി
നിങ്ങളിൽ ആർക്കെങ്കിലും മതത്തിന്റെ പേര് പറഞ്ഞ് ഈ കേരളത്തിന്റെ ഇന്ത്യയുടെ തെരുവിൽ എവിടെയെങ്കിലും വെച്ച് ആക്രമണം ഉണ്ടായാൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ വീടിന് മുകളിലേക്ക് ബുൾഡോസറുകൾ പാഞ്ഞെടുത്ത് RSSന്റെ കോമ്പല്ലുകളുമായി വരുമ്പോ അതിനു മുന്നിൽ നിന്ന് അരുത് എന്ന് പറയാൻ വൃന്ദാക്കാരാട്ടിനെ പോലെയുള്ള നേതാക്കന്മാരുണ്ടാകുന്നത് ഈ ചെമ്പതാകയുടെ കരുത്തിലാണ്, ഇടതുപക്ഷത്തിന്റെ കരുത്തിലാണ്. ഈ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനാണ് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ആചാര്യന്മാരായി പ്രവർത്തിക്കുന്നത്. അവരിങ്ങനെ ഊതി വീർപ്പിച്ച സോപ്പ് കുമിളകൾ ഓരോന്നോരോന്നായി പൊട്ടുകയാണ്. എന്റെ നാട്ടിലൊരു സഖാവ് പറഞ്ഞു, പടച്ചോനുണ്ടിട്ടോന്ന്. കാരണം നമ്മളെ ചീത്ത അറിയണ ഓരോരുത്തർക്ക് നമ്മളൊള്ളുന്നല്ല, നമ്മളൊരു പണിയെടുത്തിട്ടില്ല. ഒരു പഹയൻ ഓൻ പറഞ്ഞ ഹൂ കേസ് ഇപ്പോ ഇന്റൻസീവ് കെയർ യൂണിറ്റിലാണുള്ളത്. ഹൂ കേസ് നാട്ടിലെ സകല മനുഷ്യൻ കോഴി മാനനഷ്ട കേസ് കൊടുക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് കേട്ടത്. ഞാൻ രാഹുലിനെ കുറിച്ച് കൂടുതലൊന്നും പറയില്ലട്ടോ, എന്ത് പറയാനാണ്. നാട്ടില് കാരണവന്മാര് പറയും. ഇന്നലെ വലിയ ആളായിട്ട് വന്നിട്ടുണ്ട്. എന്റെ അമ്മ പണ്ട് പറഞ്ഞു, ഉസുറും പുളിയില്ലാത്ത അബൂജാഹിലിന്റെ മൂട്ടിലൊരു മരം മുണച്ചാൽ അത് തണലാണ് എന്ന് വിചാരിക്കും. അങ്ങനെ ഒരു അബൂജാഹിലാണ് ഈ രാഹുല്. അതുകൊണ്ട് ഓന്റെ മൂട്ടിൽ മരം മുളച്ചപ്പോ അത് തണലാണ് എന്ന് വിചാരിച്ച് ജനങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുക ഒരു ഉളുപ്പില്ലാതെ. ഇപ്പൊ പറയാണ് ഞാൻ എന്റെ പാർട്ടിയെ രക്ഷപ്പെടുത്താനാണ് അത്ര രാജിവെച്ചത്. ഇത്രയും ഒക്കെ ചെയ്തു കൂട്ടിയിട്ടും കൂടെ നിന്ന സകല മാധ്യമങ്ങളും ഇപ്പോ ഓരോന്നാരോന്നായി പുറത്തു വരിക. നിങ്ങൾ ശ്രദ്ധിച്ചോ, യൂത്ത് കോൺഗ്രസിൽ എത്രയോ വനിതാ നേതാക്കന്മാരുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു വനിതാ നേതാവ് ഞങ്ങളൊക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോ അവിടുത്തെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത. അവര് വ്യക്തിപരമായടക്കം നമുക്ക് സൗഹൃദമുണ്ട്, പേര് ഞാൻ പറയുന്നില്ല. യൂത്ത് കോൺഗ്രസിന്റെ വനിതാ നേതാക്കന്മാരിൽ ആരെങ്കിലും വന്നിട്ട് ഞങ്ങളെ രാഹുലേട്ടൻ ഇങ്ങനെയല്ല എന്ന് നിങ്ങൾ ആരെങ്കിലും കമന്റ് ചെയ്യുന്നത് കണ്ടോ? ആ പാവം പാത്തു മുസ്ലിം ലീഗിന്റെ വലിയ ചെറുപ്പക്കാരിയാ. ബിരിയാണിന്റെ ബിരിയാണി ചെമ്മിന്റെ പാത്രം മൂടി എന്റെ ഭാഷയിലല്ലോ, ലീഗിന്റെ നേതാക്കന്മാരുടെ ഭാഷയിൽ. നമ്മളെ ഫാത്തിമ തഹലിയ ഓള് പറയാണ്, ആൾക്കാർ ഈ പറയുന്നതിലൊക്കെ എന്തോ കാര്യമുണ്ട്. ഇത് ഘടകകക്ഷിയാണല്ലോ, പാവാണ്. ഈ നാട്ടിലെ സ്ത്രീകൾ പൊതുപ്രവർത്തനത്തിൽ വരുമ്പോ അവരെ മുഴുവൻ ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരം ആളുകൾ സമീപിക്കുന്നതെങ്കിൽ ഇതുപോലെയുള്ള മനുഷ്യന്മാരെ, ക്രിമിനലുകളെ ഈ നാടെങ്ങനെയാണ് സൂക്ഷിക്കുക? ഗോവിന്ദച്ചാമിക്ക് ട്യൂഷൻ ക്ലാസ് എടുക്കാൻ ഈ ഹമുക്കിനെ കണ്ണൂരിലേക്ക് കൊണ്ടുപോകണം എന്നാണ് ഇപ്പോ കോൺഗ്രസിനുള്ളിൽ ഔപചാരികമായ ഒരു തീരുമാനം വന്നതായിട്ട് അറിയുന്നത്. MLA ഉണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് പാലക്കാട് ജില്ലയിലെ പല വീടുകളിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെയുള്ള ആളുകളെ സംരക്ഷിച്ച് കേരളത്തിൽ ഇടതുപക്ഷത്തെ തകർക്കാനാണ് ശ്രമം. പ്രിയപ്പെട്ടവരെ, ഞാൻ പണ്ടൊക്കെ ഇവിടേക്ക് വരുമ്പോ, ഇപ്പൊ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ചിന്താ പുസ്തകോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ പരിപാടിയിൽ വെറുതെ ഒരു 5 മിനിറ്റ് സംസാരിച്ചിട്ടാ വരുന്നത്. ആദ്യമൊക്കെ ഈ സമയത്ത് വരികയാണെങ്കിൽ ഞാനിവിടെ എത്തണമെങ്കിൽ നവാസ്കെന്നെ എങ്ങനെ വിളിക്കണം, അവസാനം ചീത്തൊക്കെ പറഞ്ഞാലേ നമ്മളിവിടെ സമയത്തിന് എങ്ങനെയെങ്കിലും എത്തുള്ളൂ. ഇപ്പോ നിങ്ങൾ വിളിക്കണീന്റെ മുന്നേ ഒരൊട്ടെ വിളിച്ചിട്ടുള്ളൂ, അതിന്റെ ഇടയിൽ ഞാനിവിടെ എത്തി. കാരണം റോഡ്. അപ്പൊ ആ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത് ഗഡ്കരിയുടെ റോഡാണ്. 2014 കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഗഡ്കരി ഉണ്ട്. 2015 കേരളത്തിൽ പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ 2016 വരുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ഭരിച്ചിട്ടുണ്ട്. എന്ത് ഗഡ്കരിയുടെ ഈ റോഡ് അന്ന് നിങ്ങളുടെ മന്ത്രിയായ ഇബ്രാഹിം കുഞ്ഞല്ലേ PWD വകുപ്പ് എന്തേ നന്നാക്കാതിരുന്നത്? അതിന് ഇടതുപക്ഷം വേണ്ടി വന്നു. ഒരിക്കലും നടക്കില്ല എന്ന ഗെയിൽ വാതക പൈപ്പ് ലൈൻ നടപ്പിലാക്കാൻ ഇടതുപക്ഷം വേണ്ടി വന്നു. കേരളത്തിൽ 3 ലക്ഷത്തിലധികം മനുഷ്യർക്ക് കേരളത്തിൽ സർക്കാർ സർവീസിൽ ജോലി കൊടുക്കാൻ ഇടതുപക്ഷ സർക്കാർ വേണ്ടി വന്നു. കേരളത്തിൽ 1600 രൂപ പെൻഷൻ പാവപ്പെട്ട മനുഷ്യർക്ക് നൽകണമെങ്കിൽ ഇടതുപക്ഷ സർക്കാർ വേണ്ടി വന്നു. ആ ഇടതുപക്ഷത്തിന് കരുത്താകാൻ ഈ നാട് ഇടതുപക്ഷത്തിന്റെ കൂടെ ഉണ്ടാകണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് പലതരത്തിലുള്ള നുണപ്രചരണങ്ങളുമായി അവർ വരും. അവരുടെ കയ്യിലെ അവസാനത്തെ ആയുധമാണ് സമുദായത്തിന്റെ പേര്. ഈ സമുദായ പേര് പറഞ്ഞു വരുന്നവർ മുസ്ലിം സമുദായത്തെ ഊറ്റിക്കുടിക്കുന്ന അട്ടകളാണ്. സ്വന്തം സമുദായത്തിന്റെ ചോര കുടിച്ച് സമ്പത്ത് കട്ട് വീർത്തയാളുകളാണ്.
ആളുകളാണ് ഇവിടുത്തെ ലീഗ് നേതൃത്വം. ആ ലീഗ് നേതൃത്വത്തിനെതിരെ പ്രിയപ്പെട്ട ലീഗ് അനുഭാവികളെ കരുതിയിരിക്കുക. നിങ്ങളുടെ കയ്യിലെ പണം നിങ്ങൾ തന്നെ സംരക്ഷിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് അതും അടിച്ചു മാറ്റാൻ ഇവര് വരും, അതിൽ സൂക്ഷിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരോട് ഒറ്റ കാര്യം ഓർമ്മിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ രാജ്യം മുഴുവൻ വർഗീയ കലാപം ഉണ്ടാകുമ്പോ, ഈ രാജ്യത്താകെ ന്യൂനപക്ഷ ആരാധനാലയങ്ങൾ വേട്ടയാടപ്പെടുമ്പോ, കന്യാസ്ത്രീകൾക്ക് നേരെ കള്ളക്കേസുകൾ കുടുക്കി ജയിലിലടക്കപ്പെടുമ്പോ എന്ത് കേരളത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോ അതിനൊരു ഉത്തരമുണ്ട്. നല്ല ചുട്ടുകൊള്ളുന്ന വെയിലത്ത് നിങ്ങളും ഞാനും ഒക്കെ മരത്തിന്റെ താഴെ പോയി നിന്നിട്ടുണ്ട് ചരിത്രത്തിൽ ഇന്നോളം. നല്ല വെയിലത്ത് മരത്തിന്റെ താഴെ നിന്ന നിങ്ങളോ ഞാനോ ചിന്തിച്ചു കാണില്ല ഈ മരം വെയിൽ കൊള്ളുന്നുണ്ട്, അതിന് മുകളിൽ വെയിലുണ്ട്. വെയിലില്ലാത്തത് കൊണ്ടല്ല നിങ്ങളുടെ തലയിലേക്ക് വെയിലേൽക്കാതിരുന്നത്. വെയില് നിങ്ങളുടെ തലയിലേക്ക് പതിക്കാതെ തടയാൻ നമുക്ക് മുകളിൽ ഒരു മരമുണ്ടായതുകൊണ്ടാ. ആ മരം കൊണ്ട വെയിലാണ് നമുക്ക് തണലായി കിട്ടിയത്. കേരളത്തിൽ ഇന്ന് തണല് കിട്ടുന്നത് ഇവിടെ വെയിലില്ലാത്തത് കൊണ്ടല്ല, ഇവിടെ RSS ഇല്ലാത്തത് കൊണ്ടല്ല, ഇവിടെ സംഘപരിവാരത്തിന്റെ താല്പര്യങ്ങൾ വെയിലിന്റെ രൂപത്തിൽ നമ്മെ ആക്രമിക്കാൻ വരാത്തത് കൊണ്ടല്ല. അതിനെ തടയാൻ ഒരു ചെമ്പതാക ഇങ്ങനെ നമ്മുടെ മുകളിൽ പാറുന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ നാടിന് തണല് കിട്ടുന്നത്. ആ ചെമ്പതാകക്ക് കരുത്തായി ഈ നാടുണ്ടാവണം. ഈ നാടിന് കരുത്തായി ഇടതുപക്ഷ രാഷ്ട്രീയം ഈ നാടിന്റെ കൂടെ എന്നും ഉണ്ടാകും എന്നോർമ്മിപ്പിച്ചുകൊണ്ട് മുഴുവൻ സഖാക്കളെയും നാട്ടുകാരെയും ഹൃദയത്തോട് ചേർത്തുപിടിച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ലാൽ സലാം. സഖാക്കളെ അഭിവാദ്യം.